പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട്യം ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളുടെ കടം പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകനത്തിൽ വീഴാനിടയാകരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ കണ്ണന്താനം അച്ഛനാണ്. അച്ഛൻ പാലാരൂപതാംഗമാണ്. അച്ഛന് ഇപ്പോൾ ഭരണങ്ങാനത്ത് സുറിയാനി +2 വിഭാഗത്തിൽ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നാളുകളായിട്ട് അച്ഛൻ സുറിയാനി ഭാഷയോടും സുറിയാനി ഭാഷ പഠിപ്പീരിനോടും ഒക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ടുള്ള അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന വിഷയം തോമായുടെ നടപടികൾ എന്ന് പറയുന്ന തോമാസ് സ്ലീഹായെ സംബന്ധിച്ചുള്ള അതിപുരാതനമായ ഗ്രന്ഥത്തിന്റെ തിയോളജിക്കൽ ഇൻസൈറ്റ്സ് ആണ് അച്ഛന് നമുക്കായിട്ട് വിശദീകരിച്ച് തരാനായിട്ട് പോകുന്നത്. അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വളരെ സജീവമായിട്ട് നമുക്ക് അച്ഛൻ്റെ ക്ലാസ്സിൽ പങ്കുകാരാവുകയും ചെയ്യാം. അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പൊന്നുമരിക്കലച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം തോമായുടെ നടപടികൾ എന്ന പുസ്തകമാണ്. അപ്പൊ അച്ഛൻ്റെ ആവശ്യപ്രകാരം ചെറിയൊരു നോട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് സംക്ഷിപ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അപ്പോൾ തോമായുടെ നടപടികൾ സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രമാണിക ഗ്രന്ഥമാണ്. അപ്പൊ ഇതിന്റെ ധാരാളം പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്ക് പതിപ്പുകളുണ്ട്, സുറിയാനി പതിപ്പുകളുണ്ട്, ലത്തീൻ പതിപ്പുകളുണ്ട്, ഇംഗ്ലീഷ് പതിപ്പുകളുണ്ട്. പല ഭാഷകളിലേക്കും എത്യോപ്യൻ ഭാഷയിൽ അതിന്റെ പതിപ്പുകളുണ്ട്. നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആദ്യകാല സുറിയാനി ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു എന്നതുകൊണ്ടാണ് ധാരാളം ഭാഷകളിലേക്ക് അതിന് പതിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സഭാപിതാക്കന്മാരും അപ്രേമും മാഗസ്തീനോസും ഒക്കെ ഈ കൃതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് തോമായുടെ നടപടികൾ എന്നുള്ളത്. അപ്പൊ അതിൻ്റെ ഗ്രീക്ക് ഭാഷയും സുറിയാനി പാഠഭേദവും എല്ലാം താരതമ്യം ചെയ്ത് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഇതിന്റെ മൂലരൂപം സുറിയാനിയിലായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ തോമാസ്ലിഹായുമായി ബന്ധപ്പെട്ട ധാരാളം അപ്രമാണിക ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കറിയാം അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അത് കാനോനികമായിട്ട് ബൈബിളിന്റെ ഭാഗമല്ലാത്ത ഗ്രന്ഥങ്ങളാണ് അപ്രമാണിക ഗ്രന്ഥങ്ങൾ. തോമാസ്ലിഹായെ പറ്റിയുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ഗോസ്പൽ ഓഫ് തോമസ്, ബുക്ക് ഓഫ് തോമസ്, ദ ആക്ട് ഓഫ് തോമസ്, ദ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ്, ഇങ്ങനെ പല അപ്രമാണിക ഗ്രന്ഥങ്ങൾ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ രചിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ സ്ലീഹന്മാരെ കുറിച്ചുള്ള നടപടികൾ തോമാസ്ലിഹായെ കുറിച്ച് മാത്രമല്ല മറ്റ് സ്ലീഹന്മാരെ കുറിച്ചുമുള്ള നടപടികൾ ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആക്ട്സ് ഓഫ് പീറ്റർ, ആക്ട്സ് ഓഫ് പോൾ, ആക്ട്സ് ഓഫ് ജോൺ, ആക്ട്സ് ഓഫ് ആൻഡ്രൂ, അങ്ങനെ നടപടികൾ, സ്ലീഹന്മാരുടെ നടപടികൾ, പല സ്ലീഹന്മാരെ കുറിച്ചുമുള്ള
അവരുടെ പ്രവർത്തനങ്ങൾ പുസ്തക രൂപത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നടപടി പുസ്തകങ്ങൾക്കെല്ലാം ഒരു പൊതു പ്രതിപാദന രീതിയുണ്ട്. ഒരു പ്രത്യേക ക്രൈസ്തവ സമൂഹത്തിന് എങ്ങനെയാണ് സുവിശേഷം കൈവന്നത്, അല്ലെങ്കിൽ ആ സഭയുടെ അപ്പസ്തോലനായ ശ്ലീഹ സുവിശേഷത്തിന് വേണ്ടി എങ്ങനെയാണ് രക്തസാക്ഷിത്വ മകുടം ചൂടിയത് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു പ്രതിപാദന രീതിയാണ് ഈ നടപടികളിലെല്ലാം നമ്മൾ കാണുന്നത്. ഈ നടപടികളെല്ലാം ചരിത്രപരമാണ്, വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണ്, ദൈവശാസ്ത്രപരമാണ്, പ്രബോധനപരമാണ്, ആധ്യാത്മികമായ ധാരാളം ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നവയുമാണ്. ഇപ്പൊ തോമായുടെ നടപടി, അതിന് നമ്മൾ സുറിയാനിയിൽ അതിന്റെ തുടക്കം പറഞ്ഞിരിക്കുന്നത് പ്രാക്സിസ് ദി യഹൂദ തോമാ സ്ലീഹ കത് സബനേസ് ലിഹാബാൻ തഗറ ദി നേഹൂസ് ലി തൽമദ് ലിഹെന്തോ എന്നാണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രാക്സീസ് എന്ന് പറഞ്ഞ നടപടിയാണ് യഹൂദ തോമാ സ്ലീഹ. യഹൂദ തോമാ സ്ലീഹ എന്നാണ് തോമാസ് സ്ലീഹായുടെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യൂദാസ് തോമസ് എന്നാണ് തോമായുടെ പേര് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈശോയുടെ ശിഷ്യന്മാരിൽ 3 യൂദാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ യൂദാസുമാരെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു വിശേഷണം കൊടുക്കും. യൂദാസ് കറിയോത്ത, അങ്ങനെ ഈ തോമാസിലേക്കായി കൊടുത്തിരിക്കുന്നതാണ് യൂദാസ് തോമസ്. ഇപ്പൊ തോമസ് എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോപ്പർ നൗൺ അല്ല, അതൊരു കോമൺ നൗൺ ആണ്. അതിന്റെ അർത്ഥം ട്വിൻ അല്ലെങ്കിൽ ഇരട്ട എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ തോമസ് എന്നുള്ള ആ വാക്ക് അതിന്റെ തത്തുല്യമാണ് ദിദിമോസ്. ഗ്രീക്കിലെ തുല്യമായിട്ടുള്ള ഒരു പദമാണ് ദിദിമോസ് എന്ന് പറയുന്നത്. അത് ഒരു പ്രോപ്പർ നെയിം പോലെയാണ് ഈ ഗ്രീക്കില് അവര് പരിഗണിക്കുന്നത്. പക്ഷേ സുറിയാനിയിൽ തോമസ് എന്ന് പറയുന്ന ഒരു കോമൺ നാമം മാത്രമാണ്. ഇരട്ട എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അപ്പൊ ഈ തോമാസ് ലീഹായെ ഇരട്ടയായിട്ട് ആണ് ഈ ആക്ട് ഓഫ് തോമസിൽ കാണിക്കുന്നത്. തോമസ് ലീഹ ഇരട്ട എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ഇരട്ടയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഫിസിക്കലായിട്ടുള്ള ഇരട്ടയാണോ അതോ സ്പിരിച്വൽ ആയിട്ടുള്ള ഇരട്ടയാണോ എന്നുള്ളതൊക്കെ ഈ ആക്ട് ഓഫ് തോമസ് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരുപക്ഷെ ഫിസിക്കലായിട്ടുള്ള റിസംബ്ലൻസ് ഉണ്ടായിരിക്കാം. കാരണം നമുക്കറിയാം യൂദാസ് കറിയോത്ത ഈശോയെ ഒറ്റുകൊടുക്കുമ്പോൾ ഈശോയെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ലക്ഷണം ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ പിടിച്ചുകൊള്ളണമെന്നാണ് യൂദാസ് പറയുന്നത്. അപ്പോൾ ഈശോയെ പോലെ രൂപസാദൃശ്യമുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു പ്രയോഗമൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത്. എന്താണെങ്കിലും ഈ ആക്ട് ഓഫ് യൂദാസ് തോമസില് ഈ ഇരട്ട എന്നുള്ളത് വെറുതെ ഒരു അഭിധാനം മാത്രമല്ല, ഈ ആക്ട് ഓഫ് തോമസിന്റെ ടീമിന്റെ അന്തസത്തയാണ് ഈ ഇരട്ട സങ്കല്പം, തോമാസ് ലീഹായുടെ ഇരട്ട സങ്കല്പം. അത് ഇതിന്റെ പ്രമേയമായിട്ട് അലിഞ്ഞു കിടക്കുന്ന ഒരു വലിയ കാര്യമാണ്. തോമസ് ഈശോയുടെ ഇരട്ടയാണെന്നുള്ള ഒരു സംഗതി നമ്മൾ ആക്ട് ഓഫ് തോമസിൽ കാണുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പുസ്തകത്തിന്റെ പേരിൽ കാണുന്നത് പ്രാക്സിസ് ദ യഹൂദ തോമാസ് ലീഹ കത് സവനെ ഹാബാൻ തഗറ. ഹാബാൻ എന്ന് പറയുന്ന വ്യാപാരിയാണ്. ദി നേഹൂസ് ലി തൽമദ് ലിഹെന്തോ. ഇന്ത്യയിലേക്ക് പോകാനും അവിടെ ഇന്ത്യയെ സുവിശേഷവൽക്കരിക്കാനും വേണ്ടി തോമാസ് ലീഹായെ അയച്ചുവെന്നാണ്. തോമാസ് ലീഹായെ ഹാബാൻ എന്ന് പറയുന്ന വ്യാപാരിക്ക് വിറ്റു എന്നാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ തോമാസ് ലീഹായുടെ ഈ നടപടിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് തോമായുടെ നടപടിയിൽ കൊടുത്തിരിക്കുന്നത്. തോമായുടെ
തോമാസ് ലീഗായുടെ ഇന്ത്യയിലേക്കുള്ള പ്രേക്ഷിത യാത്രയുടെ വിവരണമാണ് നമ്മൾ ഇവിടെ ഇതിനകത്ത് കാണുന്നത്. തോമാസ് ലീഗ ഇന്ത്യയിലെ 2 സ്ഥലത്തേക്ക്, ആദ്യം തോമാസ് ലീഗ വരുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് ഇന്ത്യയുടെ മറ്റൊരു സ്ഥലത്തേക്ക് തോമാസ് ലീഗയുടെ യാത്രയും നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് 13 നടപടികളാണുള്ളത്. ഈ പുസ്തകത്തില് 13 നടപടികളാണുള്ളത്. നമുക്ക് ഈ തോമാസ് ലീഗയുടെ നടപടികൾ മലയാളത്തില് നമുക്ക് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തോമായുടെ നടപടികളും മെഡ്ലിക്കോട്ട് മെത്രാന്റെ വ്യാഖ്യാനവും എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു പുസ്തകമുണ്ട്. അത് തൃശ്ശൂരിൽ നിന്ന് ഫാദർ ഡോക്ടർ ദേവ് സി പന്തുല്ലൂക്കാരൻ വിവർത്തനം ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് നമുക്ക് ഈ തോമാസ് ലീഗായുടെ ഈ നടപടികൾ, അതിന്റെ മലയാള രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മലയാള പുസ്തകമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. തോമാസ് ലീഗായുടെ നടപടികൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വായിച്ചു കഴിയുമ്പോഴാണ് ആ പുസ്തകത്തിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനകത്ത് 13 നടപടികളാണുള്ളത്. 13 അധ്യായങ്ങൾ എന്ന് വേണം നമുക്ക് പറയാം. 13 നടപടികളാണ് ഈ കൃതിയിൽ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തോമാസ് ലീഗായെ ഈശോയുടെ ഒരു ഇരട്ട സഹോദരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങൾ അല്പം കഴിയുമ്പോൾ ഞാൻ പറയാം. ഇന്ത്യയിലുള്ള അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട് ഇതിൽ വിവരിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവില് തോമാസ് ലീഗായുടെ കഠിനമായ താപസ പ്രബോധനങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളെ തുടർന്ന് മസ്ദായി രാജാവിന്റെ കൽപ്പന പ്രകാരം തെക്കേ ഇന്ത്യയിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തോടു കൂടിയാണ്, തെക്കേ ഇന്ത്യയാണ് എന്നാണ് പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്, ഈ ഗ്രന്ഥം അവസാനിക്കുന്നത്. പല പണ്ഡിതന്മാരും ഈ തോമായുടെ നടപടികളെ വെറും കെട്ടുകഥയാണെന്ന് പുച്ഛിച്ച് തള്ളിക്കളയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വയ്യാത്തവണ്ണം ധാരാളം ചരിത്ര വസ്തുതകളും ദൈവശാസ്ത്രപരമായിട്ടുള്ള ഉൾക്കാഴ്ചകളും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമല്ല, പുരാവസ്തു ഗവേഷണങ്ങളും ഇത് ശരിവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, അതിപുരാതനമായ സുറിയാനി സഭയുടെ മാമോദീസ, പരിശുദ്ധ കുർബാന എന്നീ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ പുരാതനമായ വിവരണങ്ങള് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ചില ആദ്യകാലത്തെ ചില പ്രസിദ്ധമായിട്ടുള്ള കവിതകൾ, ഹിം ഓഫ് ദ ബ്രൈഡ്, ഹിം ഓഫ് ദ പേൾ, ഇതിനകത്ത് നമുക്ക് കാണാം. ഈ കവിതകൾ പിന്നീട് ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നൊരു വാദവുമുണ്ട്. ജ്ഞാനവാദികൾ ഇതിനകത്ത് കൂട്ടി തിരികിയ ചില കവിതകളാണ് എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം. വളരെ മനോഹരമായ കവിതകളാണ്. ദ ഹിം ഓഫ് ദ ബ്രൈഡ്, വധുവിന്റെ ഗീതം, അതുപോലെ ഹിം ഓഫ് ദ പേൾ, ഈ 2 ഗീതങ്ങളും വളരെ മനോഹരമായ, ഏറെ ഉൾക്കാഴ്ചകൾ തരുന്ന 2 ഗീതങ്ങളാണ്. ഈ തോമായുടെ നടപടികളുടെ കർത്താവ് ആരാണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ഏക അഭിപ്രായമില്ല. എങ്കിൽ AD 154 ജനിച്ച ബർദൈസാൻ ഇത് എഴുതിയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ചിലർ പറയുന്നത് ബർദൈസാന്റെ ശിഷ്യൻ എഴുതി എന്നാണ്. പിന്നീട് ഈ ഗ്രന്ഥത്തിൽ ജ്ഞാനവാദികള് ചില തിരുത്തലുകളൊക്കെ വരുത്തി എന്നും ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നു. ഇനി ഇതിന്റെ രചനാ സ്ഥലം, ഇത് എഴുതപ്പെട്ടത് സുറിയാനി പശ്ചാത്തലത്തിലാണ്, സുറിയാനി ഭാഷയിലാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന എദേസായിലായിരുന്നു എന്നതിനെ കുറിച്ച് ഏകദേശം എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. എദേസായുടെ ആദ്യത്തെ പേര് ഉർഹായ് എന്നായിരുന്നു, സുറിയാനിയിൽ ഉർഹായ്. ഇന്നിത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിലെ സാൻലിയൂർഫ എന്ന് പറയുന്ന നഗരമാണ്. എദേസായിലെ ക്രിസ്ത്യാനികള്
ഈ തോമായുടെ നടപടികള് ആരാധനാക്രമമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്ന വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ ഈ തോമായുടെ നടപടികൾ എഥേസായിലെ ക്രിസ്ത്യാനികൾ വളരെ പൂജ്യമായിട്ട് കരുതിയിരുന്ന അവരുടെ ആരാധനാക്രമത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. ഇതിന്റെ രചനാകാലം എന്നാണ്, അതിനെക്കുറിച്ചും ഈ കൃതിയിൽ ഒരു പരാമർശവുമില്ല. പണ്ഡിതന്മാര് JN ഫർക്കാർ പറയുന്നത് AD 180-നും 230-നും ഇടയിലാണ് ഇത് രചിച്ചതെന്നാണ്. GM റെയ്സ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഇത് എഴുതപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. ഏതാണെങ്കിലും 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. അപ്പൊ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 3-ാം നൂറ്റാണ്ടത്തിന്റെ ആരംഭത്തിലോ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. നമുക്കറിയാം, ഈ ആദിമ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായതുകൊണ്ട് സഭാപിതാക്കന്മാരുടെ കൃതികളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിലെ കൃതികള് അപ്പസ്തോലിക പിതാക്കന്മാരെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പസ്തോലിക പിതാക്കന്മാര്. ഇപ്പൊ സഭാപിതാക്കന്മാരിൽ അല്പം കൂടി പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുന്ന ഒരു കൂട്ടം സഭാപിതാക്കന്മാരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ. ഈ അപ്പസ്തോലിക പിതാക്കന്മാര് അപ്പസ്തോലന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരായതുകൊണ്ടാണ് അവരെ അപ്പസ്തോലിക പിതാക്കന്മാര് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവരുടെ കൃതികൾക്ക് ചില പൊതു സവിശേഷതകളുണ്ട്. അപ്പസ്തോലിക പിതാക്കന്മാരുടെ കൃതികൾക്ക് പൊതു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിന്റെ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടവയായതുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചനാ ശൈലി അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ വലിയ ഗ്രീക്ക് തത്വചിന്തയോ വലിയ ദൈവശാസ്ത്രമൊന്നും അതിൽ ഉൾപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ അപ്പസ്തോല പിതാക്കന്മാരുടെ കൃതികളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് ഇമ്മിനന്റ് പരൂസിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ആക്ട് ഓഫ് തോമസ് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് രചിക്കപ്പെട്ടത്. ഇമ്മനന്റ് പരൂസ്യ. ഇമ്മനന്റ് പരൂസ്യ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉടനിങ്ങ് വരും എന്നാണ് അപ്പസ്തോലന്മാരെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ഉടനെ വരും, മാറാനാത്ത, കർത്താവ് വന്നു, കർത്താവെ വരണമേ, രണ്ട് രീതിയിൽ അത് വ്യാഖ്യാനിക്കാറുണ്ട്. കർത്താവ് ഉടനെ വരും, കർത്താവെ വരണമേ എന്ന് ആദിമ സമൂഹം വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇമ്മനന്റ് പരൂസ്യ, കർത്താവ് ഉടനെ വരും എന്നുള്ള ഒരു വലിയ ചിന്ത അവർക്കുണ്ടായിരുന്നതുകൊണ്ട് അവര് കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അവർ ഈ ലോകത്തിലേക്ക് ഒന്നും വഴുതി വീഴാതെ വളരെ ജാഗ്രതയോടുകൂടെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചില സഭാപിതാക്കന്മാര്, പ്രത്യേകിച്ച് തെർത്തുല്യൻ, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തെർത്തുല്യന് അന്നത്തെ മൊണ്ടാനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയിൽ അകപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. മൊണ്ടാനിസം എന്ന് പറയുന്നത് ഇമ്മിനന്റ് പരൂസിയെ അതിൽ വളരെയേറെ വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് അവര് വിവാഹം കഴിക്കരുത്, ലൗകികമായിട്ടുള്ള ഒരു വ്യാപാരങ്ങളിൽ ഏർപ്പെടരുത്, കർത്താവ് ഉടനെ വരുന്നത് കൊണ്ട് എല്ലാം വിറ്റ് രക്തസാക്ഷിത്വമകടം ചൂടാനുണ്ടെങ്കിൽ അത് ചൂടുക, കർത്താവിന് വേണ്ടി ഇങ്ങനെ അടങ്ങാത്ത ദാഹത്തോടെ കാത്തിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി സെക്റ്റുകളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അപ്പസ്തോലിക നടപടികളും രൂപപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗ്രന്ഥത്തിൽ, പിന്നീട് ഈ നടപടി ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ധാരാളം ചിന്തകൾ നമുക്ക് കാണാം. ഈ ജ്ഞാനവാദവും അതുപോലെ തന്നെ മനിക്കേനിസം എന്ന് പറയുന്ന രണ്ട് പാഷണ്ഡതകൾ ഇക്കാലത്ത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ജ്ഞാനവാദം, ഈ ജ്ഞാനവാദക്കാര് ഈ പദാർത്ഥത്തെയൊക്കെ അവർ വളരെ തിന്മയായിട്ട് കണ്ടവരാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെയൊക്കെ അവർ നിഷേധിച്ചവരാണ്. യഥാർത്ഥ ജ്ഞാനം തേടിയാണ് മോക്ഷം പ്രാപിക്കാൻ സാധിക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർക്കും ഈ ജ്ഞാനവാദക്കാർക്കും അതുപോലെ തന്നെ മനിക്കേൻസുകാർക്കും ഈ വിവാഹം, സന്താനോൽപാദനം ഇവയെല്ലാം പാപമാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു.
അതുപോലെ പരിശുദ്ധ കുർബാനയിലൊന്നും അവർക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് വീഞ്ഞ് പരിശുദ്ധ കുർബാന ഉപയോഗിക്കുന്നതിനൊക്കെ അവർ എതിരായിരുന്നു. പരിശുദ്ധ കുർബാനയോട് തന്നെ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പൊ അവരുടെ ചില പഠനങ്ങള് ഈ തോമായുടെ നടപടികളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് വളരെ ഏറെ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മള് ഈ ആദിമ സഭയുടെ പ്രത്യേകിച്ച് എദേസായിലെ ക്രിസ്ത്യാനികളുടെ ജീവിത പരിസരങ്ങളും അവരുടെ ആധ്യാത്മിക രീതികളും ഒക്കെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിനകത്തെ ഈ പ്രമേയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ എദേസായിലെ ക്രിസ്ത്യാനികളുടെ ഉത്ഭവത്തെക്കുറിച്ചും അന്നത്തെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ചില താപസ ജീവിത രീതികളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ഇതിന്റെ പശ്ചാത്തലമായിട്ട് കൂടി പഠിക്കണം. അപ്പോൾ മാത്രമേ ഈ ഒരു നടപടി പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എദേസായിലെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആദ്യകാല ക്രിസ്ത്യാനികള്, എദേസായിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ആദ്യകാല ക്രിസ്ത്യാനികളല്ല യഹൂദരായിരുന്നു എന്നുള്ളതാണ്. യഹൂദരായിരുന്നു അവിടുത്തെ ക്രിസ്ത്യാനികളിൽ. ആദ്യകാല ക്രിസ്ത്യാനികളല്ല, യഹൂദരായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ യഹൂദ ക്രിസ്ത്യാനി അവരുടെ ഒരു ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഈ എദേസായിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. പാലസ്തീനയിലെ യഹൂദര് ഈശോയെ ക്രൂശിൽ തറച്ചവർ എന്നുള്ള രീതിയിൽ വെറുക്കപ്പെട്ടവരായിരുന്നെങ്കിൽ എദേസായിലെ യഹൂദര് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ടവരായിരുന്നില്ല. അവരുമായിട്ട് ക്രിസ്ത്യാനികൾ വളരെ സൗഹൃദത്തിലായിരുന്നു. അപ്പൊ എദേസായിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ തന്നെ യഹൂദരായിരുന്നു. അവർ യഹൂദരുടെ ഇടയിൽ വസിച്ചവരായിരുന്നു. അപ്പൊ അവിടെയുള്ള യഹൂദന്മാരുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് എദേസായിലെ ക്രിസ്ത്യാനികള് കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദരുടെ ഇടയിൽ തന്നെ തീവ്ര ആത്മീയത വച്ചു പുലർത്തുന്ന ഒരു കൂട്ടം യഹൂദന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുമ്രാൻ സമൂഹം എന്നാണ് അവർ അറിയപ്പെടുന്നത്. കുമ്രാൻ സമൂഹം ഒരു പ്രത്യേക സന്യാസ സമൂഹം പോലെ അതിതീവ്രമായ ആധ്യാത്മികതയില് കഠിന തപശ്ചര്യകള് അനുവർത്തിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കുമ്രാൻ സമൂഹം എന്ന് പറയുന്ന സമൂഹം. ഈ കുമ്രാൻ സമൂഹം അവരെ തന്നെ കരുതിയിരുന്നത് ഉടമ്പടിയുടെ പുത്രന്മാരായിട്ടാണ്. ഉടമ്പടിയുടെ പുത്രന്മാർ, ബനൈക്യാമേ ബസ്ക്യാമ ബനൈക്യാമ എന്നൊക്കെ സുറിയാനിയിൽ ഒരു പ്രയോഗമുണ്ട്. ഉടമ്പടിയുടെ പുത്രന്മാരെന്നാണ്. യഥാർത്ഥത്തിൽ ഈ കുമ്രാൻ സമൂഹമാണ് ആദ്യം ഉടമ്പടിയുടെ പുത്രന്മാരും പുത്രികാരുമായിട്ട് അവരെ തന്നെ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുമ്രാൻ സമൂഹം മറ്റ് യഹൂദന്മാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. അവർക്ക് ഈ തീവ്ര നിലപാടില് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ കുമ്രാൻ സമൂഹത്തിന്റെ ബ്രഹ്മചര്യത്തെ കുറിച്ച് പഠിച്ച അന്റോണിൻ ഗുല്ലമോണ്ട് എന്ന് പറയുന്ന പണ്ഡിതൻ അവരുടെ ഇടയിൽ മോശയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന ഒരു പാരമ്പര്യം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവം മോശയോട് സംസാരിച്ചതിന് ശേഷം മോശ ലോകത്തിൽ നിന്നും ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും വിട്ട് ദൈവത്തെ മാത്രം സേവിച്ചു. യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് കുമ്രാൻ സമൂഹത്തിലെ അവര് ബ്രഹ്മചര്യം പാലിക്കുന്നവരായിരുന്നു. അതിനുള്ള അവരുടെ ന്യായം ഇതാണ്: മോശ ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഈ ദൈവത്തെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മോശയാണ്. മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. പിന്നീട് മോശ ലോകത്തിലേക്ക്, പിന്നെ ഒരു മൂടുപടമിട്ടാണ് മോശ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ മോശയ്ക്ക് ലോകം എന്ന് പറയുന്നത് വെറും ചപ്പും ചവറുമാണ്. പിന്നെ ലോകത്തിലെ ഒരു മോഹങ്ങളിലേക്കും ഒരു സൗഭാഗ്യങ്ങളിലേക്കും മോശ കടന്നുപോയില്ല. ലൈംഗിക ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നു എന്നാണ് അവര് മോശയെ കുറിച്ച് പറയുന്നത്. നമ്മൾ അഫ്രഹാത്ത് എന്ന് പറയുന്ന പിതാവിന്റെ സുറിയാനി പിതാവാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പിതാവാണ് അഫ്രഹാത്തിന്റെ ഡെമോൺസ്ട്രേഷൻസ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ലഭ്യമാണ്. അതില്
28ാമത്തെ ഡെമോൺസ്ട്രേഷന്റെ 14ാമത്തെ പാരഗ്രാഫിൽ ഇതേ കാര്യം അബർഹാത്ത് പറയുന്നുണ്ട്. ഈ മോശയെ കുറിച്ച് എസീൻ സമൂഹം അല്ലെങ്കിൽ കുമ്രാൻ സമൂഹം പറഞ്ഞിരുന്ന ഇതേ കാര്യം അഫ്രഹാത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അഫ്രഹാത്തിന്റെ കാലത്ത് സുറിയാനി സഭയില് ഉടമ്പടിയുടെ പുത്രന്മാർ എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സന്യാസം സ്വീകരിച്ച വ്യക്തികളെ കുറിച്ചല്ല അഫ്രഹാത്ത് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഫ്രഹാത്ത് പറയുന്നത് മാമോദിസ സ്വീകരിച്ച സാധാരണ വിശ്വാസികൾ എല്ലാവരും ഉടമ്പടിയുടെ പുത്രന്മാരും പുത്രിമാരുമാണെന്നാണ് അഫ്രഹാത്ത് പറയുന്നത്. ഇപ്പൊ ചിലെല്ലാം വിചാരിക്കുന്നത് ഈ ഉടമ്പടി പുത്രന്മാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്യാസ സമൂഹം മാത്രമാണ്. ഈ ബ്രഹ്മചര്യ ജീവിതമൊക്കെ നയിച്ച് ഈ വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസ സമൂഹം. അങ്ങനെയുള്ള അഫ്രഹാത്ത് പറയുന്നത് മാമോദിസ സ്വീകരിച്ച എല്ലാവരും ഉടമ്പടിയുടെ പുത്രന്മാരും ഉടമ്പടിയുടെ പുത്രിമാരും ആയിട്ടാണ്. അപ്പൊ ഈ തോമായുടെ നടപടികൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു തീവ്ര ആത്മീയത, അസറ്റിസിസം നമ്മൾ കാണുന്നുണ്ട്. ഈ അസറ്റിസിസം ഒരു ഓപ്ഷണൽ ആയിട്ടല്ല തോമായുടെ നടപടി കൊടുത്തിരിക്കുന്നത്, മറിച്ച് അത് ക്രിസ്തീയ ജീവിത ശൈലി തന്നെ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അസറ്റിസിസം, തീവ്ര ആധ്യാത്മികത ഒരു ഓപ്ഷണൽ ആയിട്ട് കുറച്ചു പേർക്ക് മാത്രം സ്വീകരിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല, അതൊരു ക്രിസ്തീയ ജീവിത ശൈലി ആയിട്ടാണ് തോമായുടെ നടപടികളിൽ നമ്മൾ കാണുന്നത്. തോമാശ്ലീഹ ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ വന്നൊരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ തോമാശ്ലീഹ ഒന്നും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. ഒന്നും ഭക്ഷിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല. ആഘോഷത്തിൽ പങ്കെടുക്കുന്ന തോമാശ്ലീഹ. അപ്പൊ തോമാശ്ലീഹയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഒന്നും ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാത്തത്? നീ വിവാഹാഘോഷത്തിൽ പങ്കെടുത്തിട്ട് എന്തുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് പാനം ചെയ്യാത്തത്? അപ്പൊ തോമാശ്ലീഹ പറയാണ്, ഞാൻ അയക്കപ്പെട്ടത് ഭക്ഷിക്കാനും കുടിക്കാനുമല്ല, രാജാവിന്റെ ഇഷ്ടം നിറവേറ്റി അവനെ പ്രസാദിപ്പിക്കാനാണ്. എന്നെ അയച്ച രാജാവിന്റെ ഇഷ്ടം നിറവേറ്റി അവനെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ വന്നതെന്നാണ് തോമാശ്ലീഹ പറയുന്നത്. തോമായെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത് അവൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു എന്നാണ്. അവൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ആദിമ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ജീവിത ശൈലി തന്നെയായിരുന്നു. ആദിമ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ നയിച്ചത് ഉത്ഥാന ജീവിതമായിരുന്നു. ഉത്ഥാന ജീവിതം, മാലാഖമാരെ പോലെയുള്ള ഉത്ഥാന ജീവിതമാണ് തങ്ങൾ നയിക്കുന്നതെന്ന് അവർ കരുതി. അതായത് ഈ ലോകത്തിൽ തന്നെ തങ്ങൾ സ്വർഗത്തിൽ എത്തപ്പെട്ടവരാണെന്നുള്ള ചിന്തയിൽ ജീവിച്ചിരുന്നവരാണ് ഈ ആദിമ ക്രിസ്ത്യാനികളെല്ലാം. അപ്പൊ ഈ ലോകത്തിലെ വിവാഹമോ അതിന്റെ സന്തോഷമോ അല്ല, സ്വർഗത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹമാണ് എല്ലാ ക്രൈസ്തവനും ഉന്നം വെക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ആദിമ സഭയിലെ ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് യഥേസ്ഥൻ ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നത്. അവരുടെ ഒരു കാഴ്ചപ്പാട് ഈ തോമായുടെ നടപടികളിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപക്ഷെ ഈ ജ്ഞാനവാദികളുടെയും മനിക്കേൻ ആശയക്കാരുടെയും ചിന്താഗതികളോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവര് ഇതിന് കൂടുതൽ പ്രൊമോഷൻ കൊടുത്തു. മാത്രമല്ല അവരുടേതായ ചില കൂട്ടിച്ചേർക്കലുകൾ ഇതിൻ്റെ കൂടെ വരുത്തിയിട്ടുമുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ പൊതുവായിട്ട് ചില കാര്യങ്ങളാണ് ഞാനിപ്പോ തോമായുടെ നടപടികളെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് ഈ തോമായുടെ നടപടികളുടെ ഉള്ളിലേക്ക് വളരെ സംക്ഷിപ്തമായിട്ട്, സമയത്തിന്റെ പരിമിതികൾ ഉണ്ടെങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് 13 നടപടികളാണ് ഈ പുസ്തകത്തിലുള്ളത്. 13 നടപടികൾ. അതിന്റെ ഒരു സംഗ്രഹം ഞാൻ എൻ്റെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സംഗ്രഹം മാത്രമേ ഉള്ളൂ.
വിശദമായിട്ട് നമ്മൾ ആ നടപടികൾ വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണ തോതിലുള്ള ആശയം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നടപടിയിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ ജെറുസലേമില് കൂടിയ അപ്പസ്തോലന്മാര് തങ്ങൾ ഓരോരുത്തരും എവിടെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് കുറിയിടുന്നു. അങ്ങനെ തോമാശ്ലീഹായ്ക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള കുറി വീഴുന്നു. തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാം, എല്ലാ വിളികളിലും ആദ്യം നമ്മളൊരു നിഷേധം കാണുന്നുണ്ട്. ബൈബിളിലെ എല്ലാ വിളികളിലും നമ്മൾ കാണുന്നുണ്ട്. അതേ ഒരു പാറ്റേൺ ആണ് തോമാശ്ലീഹായുടെ വിളിയിൽ നമ്മൾ ഇവിടെ കാണുന്നത്. തോമ വിസമ്മതിക്കുന്നു. എങ്കിലും ഈശോ തോമായെ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരനായ ഇന്ത്യയിലെ ഗുഡ്നാഫർ രാജാവ് അയച്ച ഹാബാൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരന് തോമസിനെ വിൽക്കുകയാണ്. തോമസിനെ 20 വെള്ളിക്കാശിന് ഈശോ വിൽക്കുന്നതായിട്ടാണ് നമ്മളിവിടെ ആദ്യത്തെ നടപടിയിൽ കാണുന്നത്. അങ്ങനെ ഹാബാന്റെ കൂടെ തോമാശ്ലീഹ പോകുന്ന വഴി സാൻഡ്രൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രാജാവിന്റെ പുത്രിയുടെ വിവാഹാഘോഷം നടക്കുന്ന നഗരത്തിൽ എത്തുകയാണ്. അവിടെ തോമാശ്ലീഹ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് തോമാശ്ലീഹ സഭയെ കുറിച്ച് ഒരു ഗീതം ആലപിക്കുന്നുണ്ട്. ഒരു ഹിം ഓഫ് ദ ചർച്ച്, ആദ്യത്തെ ഒരു ഗീതം ഈ ഒന്നാം നടപടിയിൽ നമ്മൾ കാണുന്നുണ്ട്. മനോഹരമായൊരു ഗീതമാണ്, സഭയെ കുറിച്ചുള്ള ഒരു ഗീതം. ആ ഗീതം ചൊല്ലുന്നതിന്റെ പശ്ചാത്തലവും എല്ലാം വളരെ മനോഹരമാണ്. ആ ആക്ട് നമ്മൾ വായിക്കുമ്പോഴാണ് ആ ഗീതത്തെ കുറിച്ച് തന്നെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം തോമാശ്ലീഹ ആ ഗാനം ആലപിക്കുന്നു. അവിടെ വെച്ച് പാനപാത്രവാഹകൻ തോമായെ അടിക്കുകയും പിന്നീട് അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു. ഒരു ഹെബ്രായ ഓടക്കുഴൽ വായനക്കാരി തോമാശ്ലീഹായെ ശ്രദ്ധിക്കുന്നു. രാജാവ് വധുവിനും വരനും വേണ്ടി പ്രാർത്ഥിക്കാൻ തോമാശ്ലീഹായെ ക്ഷണിക്കുന്നു. തോമായുടെ സുവിശേഷ പ്രസംഗത്തെ തുടർന്ന് ഈ വധുവും വരനും ശാരീരിക വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ ആക്ടിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ആക്ടില് തോമായും ഹാബാനും ഇന്ത്യയിൽ എത്തുന്നു. അവര് ഗുഡ്നാഫർ രാജാവിന്റെ പക്കല് എത്തി. ഇപ്പൊ തോമാശ്ലീഹ രാജാവിനോട് പരിചയപ്പെടുന്നത് താനൊരു മരയാശാരിയാണ്, തൻ്റെ അധ്യാപകനും ഒരു മരയാശാരിയാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈശോയെ പോലെ ഒരു തച്ചനായിട്ടാണ് ഇവിടെ തോമാശ്ലീഹ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഗുണ്ടപോറസ് രാജാവ് ഒരു കൊട്ടാരം പണിയാനായിട്ട് തോമായോട് ആവശ്യപ്പെടുന്നു. തോമ മനോഹരമായ ഒരു പ്ലാൻ എല്ലാം ഉണ്ടാക്കുന്നു. രാജാവിന് അത് ഇഷ്ടപ്പെടുന്നു. രാജാവ് പണിയാനുള്ള പണം കൊടുക്കുന്നു. തോമാശ്ലീഹ ഈ കിട്ടിയ പണമെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. കൊട്ടാരം പണി കാണാനെത്തിയ രാജാവ് അവിടെ സ്ഥലം അതുപോലെ തന്നെ കിടക്കുന്നത് കണ്ട് തോമായെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു. രാജാവിന്റെ സഹോദരനായ ഗാദ് മരണമടയുന്നു. അപ്പൊ അദ്ദേഹത്തെ തോമാശ്ലീഹ പ്രാർത്ഥിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഗാദ് മരിച്ച് സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം തന്റെ സഹോദരന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അതെല്ലാം ഗാദ് ഗുഡ്നാഫറിനോട് പറയുമ്പോൾ ഗുഡ്നാഫർ തോമായെ സ്വതന്ത്രനാക്കുന്നതായിട്ടാണ് രണ്ടാമത്തെ നടപടികൾ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ നടപടിയിൽ ഒരു സർപ്പം കൊന്ന യുവാവിന്റെ ശരീരം തോമാശ്ലീഹായും കൂട്ടരും കാണുന്നു. കാരണം ആ യുവാവ് ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന സർപ്പം അവനെ ദംശിച്ച് കൊല്ലുന്നു. തോമായുടെ നിർബന്ധത്താൽ സർപ്പം തന്റെ പൈശാചിക അസ്തിത്വം വെളിപ്പെടുത്തുന്നു. സർപ്പം തോമാശ്ലീഹായുടെ ആവശ്യപ്രകാരം ആ യുവാവിൽ നിന്ന് വിഷം വലിച്ചെടുത്ത് പൊട്ടിത്തകരുന്നു. യുവാവ് ജീവൻ പ്രാപിക്കുന്നു. അവിടെ കുറെ താപസ ജീവിതത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളും സ്തുതിഗീതങ്ങളും ഒക്കെ ആ നടപടിയിൽ നമ്മൾ കാണുന്നു. നാലാമത്തെ നടപടിയിലേക്ക് വരുമ്പോൾ ഒരു കഴുത മനുഷ്യനെ പോലെ സംസാരിച്ച് അവന്റെ പൂർവികർ ഈശോയെ നഗരത്തിലേക്ക് കൊണ്ടുപോയതുപോലെ തോമായെ
നഗരത്തിലേക്ക് കൊണ്ടുപോകുവാൻ അനുവാദം ചോദിക്കുന്നു. അതിന്റെ പുറത്ത് കയറി തോമാസ്ലിഹ നഗരത്തിലെത്തുന്നു. ദൗത്യം നിറവേറ്റിയതിനു ശേഷം കഴുത ചത്തുപോകും. അഞ്ചാമത്തെ നടപടി, ഒരു സ്ത്രീ തോമസിന്റെ അടുക്കൽ വന്ന് ഒരു വൃത്തികെട്ട മനുഷ്യൻ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നു എന്നും അയാൾ 5 വർഷമായി തന്നെ വിട്ടുപോകാൻ കൂട്ടാക്കുന്നില്ല എന്നും പറയുന്നു. അതൊരു പിശാചാണെന്ന് വെളിപ്പെടുകയും അവൻ ഓടിപ്പോവുകയും ചെയ്യുന്നു. തോമാസ്ലിഹ ആ സ്ത്രീയെ മാമോദീസ മുക്കുകയാണ്. ആറാമത്തെ നടപടിയില് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ 2 കൈകളും തളർന്നു പോയ ഒരു യുവാവിനെ സ്ലീഹായുടെ അടുക്കൽ ആളുകൾ കൊണ്ടുവരുന്നു. അപ്പൊ അയാള് എന്തുകൊണ്ടാണ് അയാളുടെ കൈ തളർന്നു പോയതെന്ന് മനസ്സിലാകുകയാണ്. തന്റെ ഭാവി വധുവിനെ തന്നോടൊപ്പം വിശ്വാസത്തിലേക്ക് വരാത്തതിനാൽ അവൻ കൊന്നുകളഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു. സ്ലീഹ ഒരു വെള്ളം ആശീർവദിച്ച് അവന്റെ കൈ അതിൽ മുക്കുമ്പോൾ അവന് സുഖപ്പെടുന്നു. തോമാസ്ലീഹ മരിച്ച സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി ജീവനിലേക്ക് തിരിച്ചു വന്ന് അവൾ നരകത്തിൽ അനുഭവിച്ച യാതനകളൊക്കെ അവിടെ വിവരിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഏഴാമത്തെ നടപടി, പിന്നീട് തോമാസ്ലീഹ, ഇത്രയും നാള് തോമാസ്ലീഹ ഇന്ത്യയിലെ ഒരു ഭാഗത്താണ് ശുശ്രൂഷ ചെയ്തതെങ്കിൽ 7ാമത്തെ നടപടിയിൽ മറ്റൊരു രാജ്യത്തെ ഒരു ജനറലിന്റെ പേര് സിഫൂർ എന്നാണ്. തോമാസ്ലീഹയെ കുറിച്ച് കേട്ട് തന്റെ പിശാചുബാധിതരായ ഭാര്യയെയും മകളെയും സുഖപ്പെടുത്തുന്നതിന് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വരികയാണ്. തോമാസ്ലീഹ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് തന്റെ ആദ്യത്തെ പ്രദേശത്തെ സാന്തിപ്പസ് എന്ന് പറയുന്ന ഒരു ഷെമ്മാശന് അവിടുത്തെ ചുമതലയെല്ലാം ഏൽപ്പിച്ചിട്ട് ജനറലിനോടൊപ്പം യാത്ര തിരിക്കുകയാണ്. 8ാമത്തെ നടപടിയില് ഇങ്ങനെ നഗരത്തിലേക്ക് തോമാസ്ലീഹ പോവുകയാണ്. കാളവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ കാളവണ്ടിയൊക്കെ ഈ തെക്കേ ഇന്ത്യയിലെ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടിയായിട്ടാണ് കരുതപ്പെടുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ കുതിരവണ്ടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാളവണ്ടിയിലാണ് അടുത്ത രാജ്യത്തേക്ക് തോമാസ്ലീഹ പോകുന്നതായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ കാളവണ്ടിയിൽ ദീർഘനേരം യാത്ര ചെയ്ത് കാളകളെല്ലാം ക്ഷീണിച്ചു പോകുന്നു. കാളകൾക്ക് ഇത്രയും ദൂരം വലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ തോമാസ്ലീഹ അവിടെ നിന്ന് കുറെ കാട്ടുകഴുതകളെ വരുത്തി. കഴുതകളാണ് പിന്നീട് തോമാസ്ലീഹയുടെ ഈ രഥം വലിച്ചുകൊണ്ട് സിഫൂറിന്റെ രാജകൊട്ടാരത്തിൽ എത്തുന്നത്. അവിടെ ചെന്ന് പിശാചുകളെ പുറത്താക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 9ാമത്തെ നടപടിയില് രാജാവിന്റെ ബന്ധുവായ ആ രാജാവിന്റെ പേര് മസ്ദായി എന്നാണ്. ആദ്യത്തെ രാജാവിന്റെ പേര് ഗുഡ്നാഫർ എന്നൊക്കെ പറയാം. ഗുഡ്നാഫർ രാജാവിന്റെ രാജ്യമായിരുന്നെങ്കിൽ രണ്ടാമത് ഇപ്പോ തോമാസ്ലീഹ വന്നിരിക്കുന്നത് മദ്ദായി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. അപ്പൊ ഇതിനെല്ലാം ഈ പേരുകൾ തന്നെ പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഈ പേരുകളൊക്കെ മസ്ദായി എന്ന് കാണുന്നത്. ഇത് തെക്കേന്ത്യയിലെ മഹാദേവ എന്ന് പറയുന്ന പേരിന്റെ പേർഷ്യൻ രൂപമായിട്ടൊക്കെ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ രാജാവിന്റെ ബന്ധുവായ കാരിഷിന്റെ ഭാര്യ മിഗ്ദോനിയ സ്ലീഹായെ ശ്രവിക്കാൻ ഇടയാകുന്നു. തോമാസ്ലീഹായുടെ ഉപദേശം ശ്രവിച്ച് അവൾ ഭർത്താവിനോടൊപ്പം ശയിക്കാൻ കൂട്ടാക്കാതെ ശാരീരിക വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം മസ്തയ രാജാവിന്റെ പക്കലെത്തി പരാതി ബോധിപ്പിക്കുന്നു. രാജാവ് തോമായെ പിടിച്ച് ജയിലിലാക്കുന്നു. തോമാസ്ലീഹ ജയിലിൽ വെച്ച് ആലപിക്കുന്ന മനോഹരമായൊരു കീർത്തനവും നമുക്ക് ഈ 9ാമത്തെ നടപടിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തോമാസ്ലീഹ ജയിലിൽ വെച്ച് ആലപിക്കുന്ന മനോഹരമായൊരു ഗാനം, അതാണ് ഹിം ഓഫ് ദ പേൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തോമാസ്ലീഹ ഈ 9ാമത്തെ നടപടിയില് തോമാസ്ലീഹ പറയുന്ന ഒരു ഭാഗം, ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ഈശോ മലയിൽ വെച്ച് പറഞ്ഞതുപോലുള്ള പ്രസംഗം ഇവിടെ പറയുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ,
അവരുടെ ആത്മാക്കൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. എന്തെന്നാൽ ആത്മാക്കളെ അവർ നേടിക്കഴിഞ്ഞു. തങ്ങളെക്കുറിച്ച് അവരൊരിക്കലും സംശയാലുക്കളല്ല. ഹൃദയശുദ്ധിയുള്ളവരുടെ ആത്മാക്കൾ അനുഗ്രഹീതമാകുന്നു. ഇതാ അവർ കിരീടത്തിന് അവകാശികളായിരിക്കുന്നു. പോരാട്ടത്തിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ട സ്ഥിതിയിൽ ഇതാ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവരുടെ ശരീരങ്ങൾ അനുഗ്രഹീതമാകുന്നു. ഈശോമിശിഹായ്ക്ക് വസിക്കാൻ യോജിച്ച വിധം അവ വിശുദ്ധമായ ദേവാലയങ്ങളാണ്. നിർമ്മലമായി നിങ്ങൾ അനുഗ്രഹീതരാണ്. ഇതെല്ലാം മലയിലെ പ്രസംഗത്തിലെ പോലെ അനുഗ്രഹീതരാകുന്നു അനുഗ്രഹീതരാകുന്നു എന്ന് പറയുന്ന ഒരു നീണ്ട പ്രസംഗം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ പഠനം പോലെ തന്നെ, ഈശോയുടെ പ്രഭാഷണം പോലെയുള്ള ധാരാളം പ്രഭാഷണങ്ങൾ തോമാസ് ലീഗ ഇതിനകത്ത് നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈശോ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തില് തോമാസ് ലീഗയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. തുടർന്ന് തോമാസ് ലീഗ ആലപിക്കുന്ന മനോഹരമായൊരു ഹിമ്മ്, ഒരു ഗീതം, അതാണ് ഹിം ഓഫ് ദ പേള്. വളരെ മനോഹരമായൊരു ഹിമ്മാണത്. അത് ഈ 9ാമത്തെ നടപടിയിലാണ് നമ്മൾ കാണുന്നത്. 10ാമത്തെ നടപടിയില് മിഗ്ദോനിയായെ മാമോദീസ മുക്കാൻ തോമാസ് ലീഗ ജയിലിൽ നിന്ന് അത്ഭുതകരമായിട്ട് പുറത്തു വരുന്നു. കാരിഷ് മസ്തായ് രാജാവിന്റെ പക്കൽ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അവർ തോമാസ് ലീഗായെ വരുത്തി സംസാരിക്കുന്നു. തന്റെ ഭാര്യയെ ഭർത്താവായ തന്നോടൊപ്പം കഴിയാൻ നിർബന്ധിക്കണമെന്ന് കാരിഷ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പിന്നീട് തോമാസ് ലീഗ ജനറലായ സീഫൂറിന്റെ വീട്ടിലെത്തി അവരെ മാമോദീസ മുക്കും. പിന്നെ 11ാമത്തെ നടപടിയിൽ മസ്തായി രാജാവ് തന്റെ ഭാര്യ തേർസിയായോട് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു. തേർസിയ മിഗ്ദോനിയായുടെ അടുക്കൽ നിന്ന് തോമാസ് ലീഗായെ പറ്റി കേൾക്കുന്നു. അവൾ ജനറൽ സീഫൂറിന്റെ വീട്ടിലെത്തി തോമാസ് ലീഗായെ കാണുന്നു. അവളും ശുദ്ധതയിൽ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോ മസ്തായ് രാജാവിന്റെ ഭാര്യയും ഇങ്ങനെ ശുദ്ധതയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ 9ാമത്തെ നടപടിയില് ഈ തോമാസ് ലീഗായെ അറസ്റ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തോമാസ് ലീഗ മസ്തായ രാജാവിന്റെ മുമ്പില് ഈശോ നിൽക്കുന്നത് പോലെ ഒന്നും ഉരിയാടാതെ നിൽക്കുന്നു. ഈശോയെ പോലെയുള്ള ധാരാളം വിവരണങ്ങൾ ഈ നടപടിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മള് മസ്തായ് രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ യൂദായോട് രാജാവ് പറഞ്ഞു, നിന്റെ ചരിത്രം വിവരിക്കൂ. ആരുടെ ശക്തി കൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്? യൂദ നിശബ്ദനായി നിന്നല്ലാതെ ഒന്നും ഉരിയാടിയില്ല. മസ്തായ് രാജാവ് തോമാസ് ലീഗായെ വിസ്തരിക്കുമ്പോൾ തോമാസ് ലീഗ ഒന്നും ഉരിയാടിയില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. മസ്തായ് രാജാവ് പടയാളികളോട് ആജ്ഞാപിച്ചതനുസരിച്ച് അവർ അദ്ദേഹത്തെ 150 പ്രാവശ്യം അടിച്ചു. അപ്പൊ ഈശോയെ ചാട്ടകൊണ്ട് അടിച്ചതുപോലെ മസ്തായ് രാജാവ് തോമാസ് ലീഗായെ 150 പ്രാവശ്യം അടിച്ചതായിട്ട് നമ്മൾ ഈ 9ാമത്തെ നടപടിയിൽ നമ്മൾ കാണുന്നുണ്ട്. തോമാസ് ലീഗായും ഈശോയും തമ്മിലുള്ള വലിയ ചില സാദൃശ്യങ്ങൾ ഇതിനകത്ത് വലിയൊരു ഒരു പ്രമേയമാണ്. അതിനെ തുടർന്നാണ് തോമാസ് ലീഗായുടെ ഇന്ത്യക്കാരുടെ രാജ്യത്തിൽ യൂദാസ് ലീഗായുടെ കീർത്തനം എന്ന് പറയുന്ന വലിയ നീണ്ട ഒരു കീർത്തനം നമ്മൾ കാണുന്നത്. അതെല്ലാം 9ാമത്തെ നടപടിയിലാണ്. 10ാമത്തെ നടപടിയിലാണ് മഗ്ദോനിയായുടെ മാമോദീസ യെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ നടപടിയിലാണ് തേർസിയായുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. തേർസിയായുടെ മാമോദീസ എല്ലാം ഈ 11ാമത്തെ നടപടിയിൽ നമ്മൾ കാണുകയാണ്. അവിടെ 10ാമത്തെ നടപടിയില് മാമോദീസായെ കുറിച്ച് ശ്ലീഹായുടെ ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്.
ഇത് പാപമോചനത്തിനുള്ള മാമോദീസായാണ്. ഇത് പുതിയ മനുഷ്യനെ ജനിപ്പിക്കുന്നതാണ്. ഇത് ബോധജ്ഞാനം തിരികെ തരുന്നു. ഇത് ആത്മാവിന്റെയും ശരീരത്തിന്റെയും സംയോജനമാണ്. ഇത് തൃത്വത്തിൽ പുതിയ മനുഷ്യന്റെ സ്ഥാപകനാണ്. ഇത് പാപമോചനത്തിനുള്ള ഭാഗഭാഗിത്വമായി തീരുന്നു. മാമോദീസായിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ നിനക്ക് മഹത്വം. മാമോദീസായിൽ ഞങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ നിനക്ക് മഹത്വം. മാമോദീസായിൽ ദൃശ്യമാകുന്ന ശക്തിയെ നിനക്ക് മഹത്വം. മാമോദീസായാൽ നവീകരിക്കപ്പെടുകയും സ്നേഹത്തിൽ വലിച്ചടുപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ സൃഷ്ടികളെ നിങ്ങൾക്ക് മഹത്വം. ഇങ്ങനെയുള്ള മാമോദീസായെ കുറിച്ചുള്ള മനോഹരമായ ഗീതങ്ങളൊക്കെ നമ്മൾ ഈ 10-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ കുർബാനയെ കുറിച്ചുള്ള പ്രാർത്ഥനകളും നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ അവസാനത്തെ നടപടികൾ വളരെ നമ്മൾ വളരെയേറെ ഒത്തിരിയേറെ ആത്മീയമായ ചിന്തകൾ നമുക്ക് തരുന്ന നടപടികളാണ്. 12-ാമത്തെ നടപടിയില് വിചാരണയ്ക്ക് മുമ്പ് രാജാവിന്റെ മകൻ വിസാൻ തോമായോട് സംസാരിക്കുന്നു. വിസാന് ശ്ലീഹായുടെ വാക്കുകളിൽ വിശ്വാസവും ബോധ്യവും ഉണ്ടാകുന്നു. അദ്ദേഹം ശ്ലീഹായെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കോപാക്രാന്തനായ മസ്തായി രാജാവ് ഇരുമ്പ് തകിടുകൾ പഴുപ്പിച്ച് ശ്ലീഹായെ പീഡിപ്പിക്കാൻ കൽപ്പിക്കുന്നു. എന്നാൽ തോമാ ശ്ലീഹായെ രക്ഷിക്കാൻ ഭൂമിയിൽ നിന്ന് ഒരു ജലപ്രവാഹം പുറപ്പെടുന്നു. ജലപ്രവാഹത്തെ കണ്ട് പേടിച്ച രാജാവ് അത് തടയാൻ തോമാ ശ്ലീഹായോട് അപേക്ഷിക്കുന്നു. തോമാ ശ്ലീഹാ അത് തടയുന്നു. വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ ഈ 12-ാമത്തെ നടപടിയിൽ കാണുന്നത്. ഈ 12-ാമത്തെ നടപടിയില് തോമാ ശ്ലീഹായുടെ ഒരു വിടവാങ്ങൽ പ്രഭാഷണം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വിടവാങ്ങൽ പ്രഭാഷണം, ഈശോ ഒരു വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയതുപോലെ തോമാ ശ്ലീഹായുടെ മനോഹരമായൊരു വിടവാങ്ങൽ പ്രഭാഷണം ഈ 11-ാമത്തെ നടപടിയിലുണ്ട്. അത് ഞാൻ സകലമൊന്ന് വായിക്കാം. അനേകരുടെ അടിമത്തത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ മോചിപ്പിക്കുന്നവനെ ഞാനിപ്പോൾ സന്തോഷിച്ചാനന്ദിക്കുന്നു. തോമാ ശ്ലീഹായെ ഇരുമ്പ് തകിടിൽ നിർത്തി പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ വിൽക്കപ്പെടുവാൻ അങ്ങേ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ സമയവും ഋതുക്കളും വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും അവസാനിക്കുന്നവയാണ്. അപ്പോൾ എൻ്റെ വിശ്രമമായി അങ്ങേ വന്ന് ഞാൻ സ്വീകരിക്കും. ഇതാ താൽക്കാലിക സംഗതികളിൽ നിന്ന് നാളെ ഞാൻ വിമോചിതനാകും. ഞാൻ പ്രത്യാശ ഉപേക്ഷിച്ച് സത്യം സ്വീകരിക്കും. അനുദിന ജീവിതത്തിലെ സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ സന്തോഷം മാത്രം ധരിക്കും. ഞാൻ പര്യാകുലതകളോ വേദനകളോ നൊമ്പരങ്ങളോ ഇല്ലാത്തവനായി തീരും. ഞാൻ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കും. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഞാൻ അടിമത്തത്തിൽ നിന്ന് വിമുക്തനായി ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കും. സമയവും ഋതുക്കളും ഞാൻ കാത്തുനിന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അവയുടെ മീതെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്റെ കൂലി യജമാനിൽ നിന്ന് ഞാൻ സ്വീകരിക്കും. കണക്കുകൂട്ടി ചിട്ടപ്പെടുത്താതെ ധാരാളമായി നൽകുന്നവനാണ് അവിടുന്ന്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ധനം അവിടുത്തെ ദാനങ്ങൾക്ക് വേണ്ടുവോളം മതി. അതെടുത്ത് എനിക്ക് ഉപയോഗിക്കാം. പിന്നെ അതെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കിടന്നുറങ്ങട്ടെ, ഇതിനു ശേഷം ഉണരും. മേലിൽ ഞാൻ കിടന്നുറങ്ങില്ല, ഞാൻ മരിക്കും. എന്നാൽ ഞാൻ ജീവിക്കും, മേലിൽ മരിക്കുകയില്ല. അവരെല്ലാം സന്തോഷിക്കുകയും എന്നെ നോക്കുകയും ചെയ്യും. കാരണം ഞാൻ പോയി അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകും. അവരുടെ പൂമാലയിൽ അവർ പൂക്കൾ കോർത്തുവെക്കും. ഈശോയെ, നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ സാമ്രാജ്യത്തിൽ ഞാൻ രാജാവായി തീരും. തങ്ങളുടെ ശക്തിയിൽ എന്നെ കീഴടക്കാമെന്ന് നനച്ച ദുഷ്ടന്മാർ അവിടെ ലജ്ജിതരാകും. വിപ്ലവകാരികൾ എന്റെ കൺമുമ്പിൽ നശിപ്പിക്കപ്പെടും. എന്തെന്നാൽ ഞാൻ അവരെക്കാൾ ഉയർന്നിരിക്കുന്നു. വലിയവർ ചേർക്കപ്പെടുന്നിടത്ത് എനിക്ക് ശാന്തി ലഭിക്കും. അപ്പൊ ഒരു വിടവാങ്ങൽ പ്രാർത്ഥനയായിട്ട് തോമാ ഇത് പറഞ്ഞപ്പോ ഉടനെ തന്നെ അദ്ദേഹം ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമെന്നൊക്കെ അവിടെ കൂടിയിരിക്കുന്നവർ വിചാരിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. വീണ്ടും തോമാ ശ്ലീഹാ വിശാലമായ ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. രഹസ്യവും പരസ്യവുമായ എല്ലാ യാതനകളെയും സുഖപ്പെടുത്തുകയും തന്റെ സഹായം അപേക്ഷിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ജീവൻ പ്രദാനം ചെയ്യുന്നവനിൽ വിശ്വസിക്കുവിൻ. അവിടുന്ന് സ്വതന്ത്രനും രാജകുമാരനുമായിരുന്നിട്ട് പോലും
ദരിദ്രനും അടിമയുമായി തീർന്നു. അവൻ തന്റെ ദാസന്മാർ വഴി രോഗികളെ സുഖപ്പെടുത്തുന്നവനും സമസ്ത സൃഷ്ടികളുടെയും വൈദ്യനുമാകുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ ശുദ്ധീകരിക്കുന്നു. അവനെ ശ്രവിക്കാത്തവർ അവനെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. അടിമത്വത്തിൽ നിന്നും, അഴിവിൽ നിന്നും, അടിച്ചമർത്തലിൽ നിന്നും, നഷ്ടത്തിൽ നിന്നും തന്റെ സമ്പാദ്യങ്ങളെ അവൻ വിമുക്തമാക്കി. തന്റെ ദാസന്മാർക്ക് വിധേയമാക്കി അവരെ ഭരമേൽപ്പിച്ചു. ലോകവിധിയാളനും പ്രപഞ്ചകർത്താവും മേലാകാശത്തിന്റെ പിതാവും അവനാകുന്നു. അവൻ ഉന്നതങ്ങളിൽ നിന്നുള്ളവനും കന്യകാമറിയത്തിലൂടെ ദൃശ്യനായി പണിക്കാരൻ യൗസേപ്പിന്റെ മകനെന്ന് വിളിക്കപ്പെട്ടു. അവന്റെ ശരീരത്തിന്റെ നിസാരത ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. അവിടുത്തെ മഹത്വം ഞങ്ങൾ വിശ്വാസം വഴി സ്വീകരിച്ചു. അവിടുത്തെ പരിശുദ്ധ ശരീരം ഞങ്ങൾ സ്വകരങ്ങൾ കൊണ്ട് സ്പർശിച്ചു. അവന്റെ ദുരിതപൂർണമായ ജീവിതഘട്ടങ്ങൾ ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. മലയിൽ വെച്ചുണ്ടായ അവിടുത്തെ ദിവ്യരൂപം ഞങ്ങൾക്ക് മാത്രം ദർശിക്കുവാൻ സാധിച്ചു. അവൻ വഞ്ചകനെന്ന് വിളിക്കപ്പെട്ടു, എന്നാൽ അവൻ ആരെയും ചതിക്കാത്ത സത്യമാണ്. അവൻ തനിക്കും ഞങ്ങൾക്കും വേണ്ടി നികുതിയും തലവരിയും അടച്ചു. അവനെ കണ്ടപ്പോൾ ശത്രു ഭയന്നു വിറച്ചു. അവൻ ആരാകുന്നുവെന്നും അവനെ കുറിച്ച് പറയപ്പെട്ടവയെ സംബന്ധിച്ചും ശത്രു അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷെ അദ്ദേഹം സത്യം അവന് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്തെന്നാൽ ശത്രുവിൽ സത്യമില്ലായിരുന്നു. താൻ ലോകത്തിന്റെയും സർവ്വവിധ സന്തോഷത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാഥനായിരുന്നിട്ടും തന്നിൽ നിന്ന് അവയെല്ലാം അകറ്റി തന്നെ ശ്രവിക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇവയൊന്നും ഉപയോഗിക്കരുതെന്ന് അവൻ അനുശാസിച്ചു. അപ്പൊ ഇങ്ങനെ തോമാശ്ലീഹ വലിയ പ്രബോധനങ്ങൾ നൽകുക. അതിനുശേഷം തോമാശ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെയാണ്. സ്വർഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ച അതേ പ്രാർത്ഥന അതേപോലെ തോമാശ്ലീഹ ചൊല്ലുന്നുണ്ട്. ഇവ പറഞ്ഞു തീർന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കാനായി ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, എന്റെ പ്രത്യാശയും എന്റെ ശരണവുമേ, എന്റെ ഗുരുവും എന്റെ ആശ്വാസദായകനുമേ, ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഇതാ അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നു. അങ്ങയുടെ തിരുച്ചിത്തം തന്നെ ഞാൻ പൂർത്തീകരിക്കുന്നു. അന്ത്യം വരെ അങ്ങ് എന്നോടുകൂടെ ആയിരിക്കണമേ. എന്റെ യൗവനം മുതൽ എന്നിൽ ജീവൻ വിതച്ചത് നീയാകുന്നു. എന്നെ നാശത്തിൽ നിന്ന് രക്ഷിച്ചതും അങ്ങാണ്. ഈ ലോകത്തിലെ ദാരിദ്ര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതും സത്യനിക്ഷേപം എനിക്കായി തയ്യാറാക്കിയതും നീയാകുന്നു. ഞാൻ അങ്ങയുടേതാണെന്ന് അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങ് കാംക്ഷിക്കുന്നത് പോലെ കറ പുളരാതിരിക്കാനായി ഞാൻ സ്ത്രീകളെ സമീപിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ വലിയ നീണ്ട പ്രാർത്ഥനകളാണ് അവിടെ നമ്മൾ ഈ 12ാമത്തെ നടപടിയിൽ നമ്മൾ കാണുന്നത്. വിടവാങ്ങൽ പ്രഭാഷണം, ഈശോയുടെ വിടവാങ്ങൽ പ്രഭാഷണം പോലെ വളരെ വിശദമായ ഒരു പ്രഭാഷണം നമ്മൾ കാണും. 13ാമത്തെ നടപടി ഏറ്റവും അവസാനത്തെ നടപടിയാണ്. അതില് തോമാശ്ലീഹയുടെ രക്തസാക്ഷിത്വത്തോടു കൂടെയാണ് നടപടി അവസാനിക്കുന്നത്. ഇവിടെ വിസാന്റെ, രാജാവിന്റെ മകൻ വിസാന്റെ അഭ്യർത്ഥന പ്രകാരം തോമാശ്ലീഹ അദ്ദേഹത്തിന്റെ രോഗിണിയായ ഭാര്യ മനാശറിനെ സുഖപ്പെടുത്തുന്നു. ജയിലിനുള്ളിൽ വിസാനും ഭാര്യയും കുടുംബവും മാമോദീസ മുങ്ങുന്നു. തോമായെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കൊല്ലാൻ രാജാവ് കൽപ്പിക്കുന്നു. ഒരു പ്രഭുവും കുറെ പട്ടാളക്കാരും ചേർന്ന് തോമാശ്ലീഹായെ വധിക്കുന്നു. പുരാതന രാജാക്കന്മാരെ അടക്കുന്ന ശവകുടീരത്തിൽ അദ്ദേഹത്തെ അവർ സംസ്കരിക്കുന്നു. അതിനുശേഷം മസ്തായ രാജാവിന്റെ മകൻ രോഗബാധിതനാകുന്നു. ഈ കുട്ടിയെ സുഖപ്പെടുത്താനായിട്ട് ശ്ലീഹായുടെ ശവകുടീരത്തിൽ നിന്നും ഒരു അസ്ഥി എടുത്തു കൊണ്ടുവരുവാൻ രാജാവ് ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ഈ തോമാശ്ലീഹായുടെ അസ്ഥി കണ്ടെത്തുന്നില്ല. കുഴിയിൽ അസ്ഥി ഒന്നും കാണുന്നില്ല. അവിടെ പറയുന്നത് സഹോദരന്മാരിലുള്ള ഒരാൾ രഹസ്യമായി അതെടുത്ത് പടിഞ്ഞാറേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ്. തോമാശ്ലീഹായുടെ അസ്ഥി അവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അത് പിൽക്കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. കബറിടത്തിൽ നിന്നും എടുത്ത മണ്ണ് കുട്ടിയെ, അതുകൊണ്ട് അസ്ഥി കിട്ടിയില്ല, കബറിടത്തിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് വന്ന് അത് കുട്ടിയെ സുഖപ്പെടുത്തുന്നു. അപ്പൊ രാജാവും തുടർന്ന് ക്രിസ്ത്യാനിയായി മാറുകയാണ്. അങ്ങനെയാണ് ഈ നടപടി അവസാനിക്കുന്നത്. അപ്പൊ ഈ കബറിടത്തിൽ നിന്നെടുക്കുന്ന മണ്ണ്, ആ മണ്ണ് കലർത്തിയ വെള്ളത്തിനാണ് ഹന്നാൻ വെള്ളം എന്ന് പറയുന്നത്. ഹന്നാൻ വെള്ളം.
നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആചാരമായിരുന്നു ഈ ഹന്നാൻ വെള്ളം. ഖബറിടത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണ് കലക്കിയ ഒരു വെള്ളം, അത് രോഗങ്ങളെ സുഖപ്പെടുത്തും എന്നുള്ള ഒരു വലിയ ചിന്ത പുരാതന കാലം മുതൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു തുടക്കം എന്നുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ചും കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തോമാസ്ലിഹായുടെ നടപടികൾക്ക് 13 നടപടികളാണുള്ളത്. അതിനകത്തെ സംഭവങ്ങൾ വളരെ ക്രോഡീകരിച്ചാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ധാരാളം പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും പ്രാർത്ഥനകളും ആരാധനാക്രമ ചടങ്ങുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തെ നമുക്കിപ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ തോമാസ്ലിഹ ഈശോയുടെ ഇരട്ടയാണ് എന്നുള്ളൊരു സങ്കല്പം ഈ തോമായുടെ നടപടികൾ ആദ്യന്തം ആ പ്രമേയം ഇങ്ങനെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ്. തോമാസ്ലിഹായുടെ ഇരട്ടയായിട്ടാണ് പല സന്ദർഭങ്ങളിൽ നമുക്കിത് കാണാം അവതരിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒരു 18ഓളം സാമ്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് തോമാസ്ലിഹ ഒരു മുക്കുവനായിരുന്നു ശരിക്കും. പക്ഷേ ഈശോയെ പോലെ ഒരു മരപ്പണിക്കാരനായിട്ടാണ് തോമാ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. തോമാസ്ലിഹ തന്റെ തൊഴിൽ മരപ്പണിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈശോയുടെ തൊഴിലായിരുന്നു മരപ്പണി. അപ്പൊ ഈശോയെ പോലെ ഒരു മരപ്പണിക്കാരനായിട്ടാണ് തോമാസ്ലിഹായെ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് തോമാസ്ലിഹ സ്വർഗത്തിൽ ഗുഡ്നാഫർ രാജാവിന് കൊട്ടാരം പണിയാനായിട്ട് വാക്കു കൊടുത്തു. പക്ഷെ യഥാർത്ഥത്തില് തോമാസ്ലിഹ കൊട്ടാരം പണിതത് ഈ ഭൂമിയിലായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു. പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടു. അപ്പോഴാണ് തോമാസ്ലിഹായെ ഗുഡ്നാഫർ രാജാവ് ജയിലിൽ നിന്ന് വിമുക്തനാക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ കൊട്ടാരം പണിയാനായിട്ടാണ് തോമാസ്ലിഹ ഇന്ത്യയിലേക്ക് വന്നത്. എല്ലാവർക്കും സ്വർഗത്തിൽ കൊട്ടാരം പണിയാൻ. ഈശോയെ അത് തന്നെയാണല്ലോ തന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കും, എന്നിട്ട് വന്ന് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുന്ന ഈശോയെ പോലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കൊട്ടാരം പണിയുന്ന ഈശോയെ ആയിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ കാണുന്നത്, ഈശോയെ 30 വെള്ളി നാണയങ്ങൾക്ക് വിറ്റെങ്കിൽ ഇവിടെ യൂദാസിനെ 20 വെള്ളി നാണയങ്ങൾക്ക് വിൽക്കുകയാണ്. ഒരു പക്ഷേ ഈശോയോളം മൂല്യം തോമായ്ക്കില്ല എന്ന് വരുത്താനായിരിക്കാം ഇവിടെ 20 വെള്ളി നാണയങ്ങൾക്ക് തോമായെ വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈശോ തന്നെയാണ് തോമായെ 20 വെള്ളി നാണയങ്ങൾക്ക് വിറ്റിട്ട് ആ വെള്ളി നാണയം അവന്റെ പോക്കറ്റിൽ വെച്ച് യാത്രാ ചെലവിനായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പൊ അത് ഒരു സാമ്യമാണ്. നാലാമതായിട്ട് ഈ തോമാസ്ലിഹ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ തോമാസ്ലിഹ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്നു, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു, അതെല്ലാം ഈശോ ചെയ്തതാണ്. അതുപോലെ പിശാചുക്കളെ പുറത്താക്കുന്നു, അത് ഈശോ ചെയ്തതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അതും ഈശോ ചെയ്ത അത്ഭുതങ്ങളാണ്. ഈ 3 കാര്യങ്ങളും തോമാസ്ലിഹ ചെയ്യുന്നുണ്ട്. അതുപോലെ മരിച്ച 2 സ്ത്രീകളെ ഉയർപ്പിച്ച ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ആജ്ഞാപിക്കുന്നുണ്ട്. അപ്പൊ ബാലികയെല്ലാം ഉയർപ്പിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈശോ പറയുന്നത് പോലെ തന്നെ ഇവിടെ തോമാസ്ലിഹായും പറയുന്നുണ്ട്. പിന്നെ തോമാസ്ലിഹായെ ശ്രവിക്കാനായിട്ട് ആളുകൾ വളരെ തിക്കും തിരക്കും കൂടി, ഒരാൾ മറ്റൊരാളെ ചവിട്ടി നിൽക്കുന്നത് പോലെ തിക്കിക്കൂടി ആളുകൾ അവനെ ശ്രവിച്ചിരുന്നു എന്നാണ്. ഈശോ വീട്ടിൽ പഠിപ്പിക്കാനിരുന്നപ്പോഴും അങ്ങനെയാ, വാതുക്കപ്പോലും നിൽക്കാൻ പറ്റാത്തവണ്ണം ജനക്കൂട്ടമായിരുന്നു. അതുകൊണ്ടാണ് തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ചൊക്കെ അവര് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തോമാസ്ലിഹായുടെ പ്രബോധനം കേൾക്കാനും തിങ്ങിക്കൂടി ജനങ്ങളാണ് ഈ തോമായുടെ ചുറ്റും കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തോമാസ്ലിഹായുടെ യാത്ര, കഴുതയുടെ പുറത്ത് യാത്ര, ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് ഈശോ യാത്ര ചെയ്തതുപോലെയുള്ളൊരു യാത്രയാണ്. അതുപോലെ ഞാൻ അവസാന അധ്യായത്തിൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ മസ്തായ രാജാവിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുമ്പോഴും ഒരു വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയാണ്. തോമാസ്ലിഹായുടെ കഴുത്തില് ഒരു തുണി ചുറ്റി വലിച്ചാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പടയാളി പറയുന്നുണ്ട്,
ഇവനെ രക്ഷിക്കാൻ മിശിഹ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇവനെ രക്ഷിക്കാൻ മിശിഹ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഈശോയെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ഡയലോഗ് നമ്മൾ കേൾക്കുന്നതാണ്. പിന്നെ മത്തായി രാജാവ് അവനെ വിസ്തരിക്കുമ്പോൾ അവൻ ഒന്നും ഉരിയാടിയില്ലെന്നാ പറയുന്നത്. നിശബ്ദനായി നിന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായി നിന്നു. ഈ തോമാശ്ലീഹ നിശബ്ദനായിട്ട് നിന്നു എന്നാണ് പറയുന്നത്. ഒരു വേള മസായി രാജാവിനോട് വിസ്തരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. ഈശോ പിലാത്തോസിനോട് പറയുന്നത് പോലെ തോമാശ്ലീഹ പറയുകയാണ്, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. അതുപോലെ 150 പ്രാവശ്യം തോമായെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു. തോമാശ്ലീഹായെ കൊല്ലാനായിട്ട് ഒരു ശതാധിപനും കുറെ പടയാളികൾക്കുമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുന്തം കൊണ്ട് തോമാശ്ലീഹായെ കുത്തുന്നു. അങ്ങനെയാണ് തോമാശ്ലീഹ മരിക്കുന്നത്. കുന്തത്താൽ കുത്തപ്പെട്ട് മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവന്റെ ശരീരം ചണത്തുണിയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. ചണത്തുണിയിൽ ഈശോയെ പൊതിഞ്ഞതുപോലെ ചണത്തുണിയിൽ പൊതിഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ കാണുന്നത് പുരാതന രാജാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു എന്നാണ്. പുരാതന രാജാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. പിന്നീട് രക്തസാക്ഷിത്വത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ ഇങ്ങനെ ഇത് മാത്രമല്ല, ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഈശോയെ പോലെ ഈശോ പഠിപ്പിച്ചതുപോലെ, ഈശോയുടെ ഞങ്ങൾ വിടവാങ്ങൽ പ്രഭാഷണം പോലെയുള്ള പ്രഭാഷണം, ഈശോയുടെ മലയിലെ പ്രസംഗം പോലെയുള്ള അഷ്ടഭാഗ്യങ്ങളുടേതുപോലുള്ള പ്രഭാഷണങ്ങള്, ഇങ്ങനെ ഈശോയുടേതുപോലുള്ള ധാരാളം സാമ്യം നമുക്ക് യൂദാസ് തോമസിന്റെ ഈ നടപടി പുസ്തകത്തിൽ തോമാശ്ലീഹായെ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പൊ ഈ ഈശോയുടെ ഒരു ട്വിൻ ബ്രദറായിട്ട് തന്നെയാണ്, ഈശോയോട് താതാത്മ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്, ഒരു ആൾട്ടർ ക്രിസ്തുസ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ക്രിസ്തുവായിട്ടാണ് ഇവിടെ തോമാശ്ലീഹായെ ഈ തോമായുടെ നടപടികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. അത് നമ്മൾ വളരെ ധ്യാനത്തോടുകൂടെ ധ്യാനാത്മകമായിട്ട് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി ഇതിനകത്തെ ക്രിസ്തുശാസ്ത്രം, അപ്പൊ മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും ഊന്നി പറയുന്ന ഒരു ക്രിസ്തുശാസ്ത്രമാണ് ഇതിനകത്ത് ഈ തോമായുടെ നടപടികളിൽ വിശദീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പോലെയുള്ള വളരെ ആഴമേറിയ ഒരു ക്രിസ്തു ദർശനമല്ല. വളരെ വ്യക്തമായ ചില ക്രിസ്തു ദർശനങ്ങൾ, മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും സമന്വയിക്കപ്പെട്ട ഒരു ക്രിസ്തു ശാസ്ത്രമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തിയായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചിലര് ഈ ജ്ഞാനവാദികൾ ഇതിനെ ഇന്റർപൊളേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും, ഈ ജ്ഞാനവാദക്കാര് പഴയ നിയമം പുതിയ നിയമത്തിന്റെ അല്ലെ പുതിയ നിയമം പഴയ നിയമത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ട് അവർ കരുതുന്നില്ല. അവർ പഴയ നിയമത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്, ഇന്ന് തോമായുടെ നടപടികളിൽ നമ്മൾ കാണുന്നത്, പ്രവാചകന്മാര് മുൻകൂട്ടി പ്രവചിച്ച വ്യക്തിയായിട്ടാണ് ഈശോ മിശിഹായെ അവതരിപ്പിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തോടുള്ള ഒരു ബഹുമാനം ഈ ആക്ട് ഓഫ് തോമസിൽ കാണുന്നുണ്ട്. അതുപോലെ പുതിയ നിയമവും പഴയ നിയമവും ഒന്നൊന്നിന്റെ പൂർത്തീകരണമായിട്ടാണ് ഇതില് വിശദീകരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് പുതിയ നിയമത്തെ നമ്മൾ ഇവിടെ തോമായുടെ നടപടികളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ജ്ഞാനവാദ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതിപാദന രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ജ്ഞാനവാദക്കാര് ഈശോയുടെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവരാണ്. മനുഷ്യാവതാരത്തെ, പീഡാസഹനത്തെ, മരണത്തെ, പുനരുത്ഥാനത്തെ ഒക്കെ നിഷേധിക്കുന്നവരാ ജ്ഞാനവാദക്കാര്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈശോ ശരീരം ധരിച്ച് മനുഷ്യനായി തീർന്നു, എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. ഞാനത് ഈ നോട്ടിലെ ചില കണ്ണികൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൽ പറയുകയാണ്. അതുപോലെ കണ്ണിക 79 പറയുകയാണ്, അവൻ ജനിച്ചു, ഈശോ ജനിച്ചു, അവന്റെ ജനനത്തിലൂടെ എല്ലാവർക്കും ജീവൻ ലഭിച്ചു. ഈശോ ശിശുവായി വളർത്തപ്പെട്ടു, ഈശോ ശിശുവായി വളർന്നു. 47-ാമത്തെ കണ്ണികയിൽ പറയുകയാണ്, കൊല്ലപ്പെട്ടും അടക്കം ചെയ്യപ്പെട്ടും
അവൻ കൊല്ലപ്പെട്ടു, അടക്കം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അങ്ങനെ ഈശോയെ കുറിച്ച് അത് അവിടെ പറയുന്നുണ്ട്. ആ 80-ാമത്തെ ഖണ്ഡികയിൽ പറയാണ്, മനുഷ്യർക്ക് വേണ്ടി പുരുഷത്വം ധരിച്ച ദൈവത്വത്തെയും ജീവൻ നൽകാൻ മരിച്ച മനുഷ്യത്വത്തെയും സ്തുതിക്കുന്നുണ്ട് അവിടെ 80-ാമത്തെ ഖണ്ഡികയില്. 72-ാമത്തെ ഖണ്ഡികയിൽ തന്റെ രക്തം കൊണ്ട് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിയതായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. 158-ാമത്തെ ഖണ്ഡികയിൽ കുരിശുമരണത്തിന് മുമ്പും ശേഷവും അനുഭവിച്ച അപമാനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. 80-ാമത്തെ ഖണ്ഡികയിൽ പുനരുത്ഥാനത്തിലൂടെ ആത്മാക്കൾക്ക് വിശ്രമവും സ്വർഗത്തിലേക്കുള്ള വഴിയും ലഭിച്ചതായി പറയുന്നു. ഈശോയുടെ പുനരുത്ഥാനത്തിലൂടെ ആത്മാക്കൾക്ക് നിത്യവിശ്രമവും സ്വർഗത്തിലേക്കുള്ള വഴിയും ലഭിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈശോയുടെ ഈ മനുഷ്യാവതാരം, പീഡാസഹനം, മരണം, ഉത്ഥാനം എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ യൂദായുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ജ്ഞാനവാദ സാഹിത്യത്തിൽ ഇതെല്ലാം പ്രതീകാത്മകമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, യഥാർത്ഥത്തിൽ സംഭവിച്ചതായിട്ടല്ല. ഇവിടെ യഥാർത്ഥ മനുഷ്യജീവിതം, യഥാർത്ഥ കഷ്ടപ്പാടുകൾ, യഥാർത്ഥ മരണം, യഥാർത്ഥ പുനരുത്ഥാനം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ തോമായുടെ നടപടികൾ അനുസരിച്ച് തന്റെ ശരീരത്തിലൂടെ ആണ് മിശിഹ മനുഷ്യരെ സമീപിച്ചത്, മനുഷ്യർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചു കൊടുത്തത് മനുഷ്യാവതാരത്തിലൂടെയാണ്, ശരീരം എടുത്തതിലൂടെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തോമായുടെ നടപടികളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് ജ്ഞാനവാദ സിദ്ധാന്തത്തിന്റെ ഒക്കെ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ജ്ഞാനവാദക്കാരുടെ സൃഷ്ടിയാണെന്ന് പറയുന്നവർക്ക് ഉള്ള ഒരു മറുപടി കൂടിയാണ്. മറ്റൊന്ന് മാമോദീസായുടെ ദൈവശാസ്ത്രം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ തോമായുടെ നടപടികള് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പുരാതന മാമോദീസായുടെ കർമ്മങ്ങള്, അതിന്റെ പ്രാർത്ഥനകള് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. രണ്ട്, കുർബാനയെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കുർബാനയുടെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ, കുർബാനയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ മാമോദീസായുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആധികാരികമായിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് തോമായുടെ നടപടികൾ. അപ്പോ സുറിയാനി സഭകളില് നടത്തപ്പെട്ടിരുന്ന മാമോദീസ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്നാനം നൽകുന്നതിന് മുമ്പ് ഓരോ സ്ഥാനാർത്ഥിയും വിശുദ്ധി പാലിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, വിശുദ്ധി പാലിക്കണം. സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധി പാലിച്ചിരിക്കണം. പണ്ട് നമുക്കറിയാമല്ലോ, സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള കാറ്റെക്യുമിനേറ്റ് പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നീണ്ട ഒരു ഒരുക്കമുണ്ട്. അത് അവര് വിശുദ്ധി പാലിച്ച് വേണം ജ്ഞാനസ്നാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ മിഗ്ദോണിയായുടെയും തേർസ്യായുടെയും കാര്യത്തിൽ അവർ രണ്ടുപേരും മാമോദിസ മുക്കുന്നുണ്ട്. മിഗ്ദോണിയ, തേർസ്യ, ഇതെല്ലാം അവസാനത്തെ നടപടികളിൽ നമ്മൾ പരാമർശിച്ച പേരുകളാണ്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമെന്ന് അവര് തോമാസ്ലീഗോയോട് അപേക്ഷിക്കുമ്പോൾ തോമാസ്ലീഗ അവരോട് പറയുന്നത്, അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തന്നെ അവരെ പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ശാരീരിക വിശുദ്ധി പാലിക്കണം. ലൈംഗിക വർജനം പാലിക്കുന്നതിലൂടെ ക്രിസ്തീയ വിശ്വാസത്തോടുള്ള അവരുടെ പ്രതിബദ്ധത തെളിയിക്കാൻ ആവശ്യപ്പെടുക തോമാസ്ലീഗ. ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തന്നെ വിട്ടിട്ട് അവിടെ ലൈംഗിക വർജനം പാലിച്ച് പരിശുദ്ധി തെളിയിക്കണം. അതിനുശേഷമാണ് തോമാസ്ലീഗ അവരെ ഈ സ്നാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ വിശുദ്ധി പാലിക്കണം. വിശുദ്ധി പാലിക്കുന്നവർക്ക് മാത്രമേ സ്നാനം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 131-ാമത്തെ ഖണ്ഡികയിൽ സിഫൂർ താനും കുടുംബവും വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തുടർന്ന് സ്നാനപ്പെടുത്താനായിട്ട് യൂദാസ് തോമസിനോട് ആവശ്യപ്പെടുന്നു. തോമാസ്ലീഗ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാനത്തിന്റെ ചില ഘടകങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നത്, തൈലാഭിഷേകം നടത്തുന്നുണ്ട്. എണ്ണ തലയിൽ ഒഴിച്ച് തൈലാഭിഷേകം നടത്തുന്ന ഒരു ചടങ്ങ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ സ്നാനം കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ത്രിത്വത്തിന്റെ നാമത്തിലാണ് മാമോദിസ കൊടുക്കുന്നത്. അതുപോലെ
അതിനുശേഷം കുർബാന അർപ്പണത്തിന്റെ പങ്കുചേരലോട് കൂടിയാണ് മാമോദീസ പൂർത്തിയാകുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പവും അതുപോലെ തന്നെ വീഞ്ഞും വെള്ളവും കലർന്ന മിശ്രിതവും പങ്കുവെച്ചതിന് ശേഷം മാത്രമാണ് തോമാസ് ലീഹ മിഗ്ദോണിയയിലേക്ക് തിരിഞ്ഞ് അവൾക്ക് മുദ്ര ലഭിച്ചു, നിത്യജീവൻ നേടി എന്ന് പറയുന്നത്. അപ്പൊ കുർബാന സ്വീകരിച്ചതിന് ശേഷം മിഗ്ദോണിയയോട് പറയുകയാണ്, ഇപ്പോൾ നിനക്ക് മുദ്ര ലഭിച്ചു, അതുപോലെ നീ നിത്യജീവൻ നേടി. അപ്പൊ കുർബാന അർപ്പണത്തോടു കൂടിയാണ്, കുർബാന അർപ്പണത്തിലുള്ള പങ്കുചേരലോട് കൂടിയാണ് ഈ മാമോദീസായുടെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നതെന്നാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. മാമോദീസായെ കുറിച്ചുള്ള അതിന്റെ ഫലങ്ങൾ എന്താണെന്നും ഒക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്നാനം ഒരു ശുദ്ധീകരണവും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ദൈവം അംഗീകരിക്കുന്ന ഒരു മുദ്രയുമാണ്. ദൈവരാജ്യത്തിൽ പങ്കെടുക്കുന്നതിന് സ്നാനം ഒരു മുൻ വ്യവസ്ഥയാണ്. സ്നാനം സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാൻ മാത്രമല്ല, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള ദിവ്യദാനങ്ങളും അയാൾക്ക് ലഭിക്കും. സ്നാനത്തിലൂടെ ഒരാൾ ക്രിസ്തുവിനെ പോലെയാകുന്നു. സ്നാനത്തിലൂടെ ഒരാൾ ക്രിസ്തുവിനെ പോലെയാകും. ക്രിസ്തുവുമായുള്ള മനുഷ്യന്റെ ഈ സാംശീകരണം അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിലുള്ള പങ്കാളിത്തം, അത് സുറിയാനി സ്നാന ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ക്രിസ്തുവുമായിട്ടുള്ള ഒരു സാംശീകരണം, ക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവത്തിലുള്ള ഒരു പങ്കാളിത്തം ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുക. മനുഷ്യനിൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സംയോജനം മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ഒരു ഐക്യവുമുണ്ട്. അപ്പൊ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ഇതിന്റെ സംയോജനം മാത്രമല്ല, ദൈവാത്മാവുമായിട്ടുള്ള സംയോജനം കൂടി നടക്കണം. അപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനിൽ ശരീരം, ആത്മാവ്, ദൈവാത്മാവ് ഇവയുടെ ദിവ്യ സംയോജനം നടക്കണം. അത് മാമോദീസായിലൂടെ നടക്കുന്നുവെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും വഴി സ്നാനമേറ്റയാൾ ക്രിസ്തു വാഹകനായി മാറുന്നു. അയാൾ നവജാതനും ദൈവപുത്രനുമാണ്. സിബൂറിന്റെയും കുടുംബത്തിന്റെയും സ്നാനത്തിന് മുമ്പ് യൂദാസ് തോമസ് കുദാശയെ കുറിച്ചൊരു വിശദീകരണം നൽകുന്നുണ്ട്. പാപമോചനമായിട്ടാണ് സ്നാനത്തെ അദ്ദേഹം കാണുന്നത്. ഇത് ക്രിസ്ത്യാനിക്ക് പുനർജന്മത്തിനും മറഞ്ഞിരിക്കുന്ന ശക്തിയുമായുള്ള ഐക്യത്തിനും അവസരം നൽകുന്നു. ഓരോ ക്രിസ്ത്യാനിയും സ്നാന സമയത്ത് ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം നടത്തുകയാണെന്ന് പറയുന്നു. സ്നാനത്തെ പറുദീസായിലേക്കുള്ള തിരിച്ചുവരവായും സ്നാന ജീവിതത്തെ ഒരേ മനസ്സുള്ളവരും ഒരിക്കലും ഉറങ്ങാത്തവരുമായ മാലാഖമാരുടെ ജീവിതത്തിന് സമമായും അവർ കണ്ടു. അങ്ങനെ ഏകാഗ്രചിത്തതയും നിതാന്ത ജാഗ്രതയും ആദ്യകാല സുറിയാനി ക്രിസ്ത്യാനികളുടെ അടയാളങ്ങളായിട്ട് മാറുകയാണ്. അപ്പൊ ഈ സ്നാനം കൊണ്ട് ആദ്യമായ ക്രിസ്ത്യാനികൾ ഉദ്ദേശിച്ചിരുന്നത് എന്താണ്? പറുദീസായിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ് അവർ കണ്ടിരുന്നത്. പറുദീസായുടെ അനുഭവത്തിലേക്കുള്ള ആദവും ഹവ്വായും അവര് ദൈവത്തോടൊപ്പം പറുദീസായിലായിരുന്നു. അതിലേക്കുള്ള തിരിച്ചുവരവാണ് ഓരോ മാമോദീസായും. അത് മാത്രമല്ല, മാലാഖമാരുടെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോക്കാണ്. മാലാഖമാരുടെ ജീവിതം, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അവർ ഏകദാനതയുള്ളവരാണ്, സിംഗിൾനെസ്. അതുപോലെ തന്നെ അവര് ഒരിക്കലും ഉറങ്ങാതെ എപ്പോഴും ഉണർന്നിരിക്കുന്നവരാണ്, എപ്പോഴും ജാഗ്രതയുള്ളവരാണ്. അപ്പൊ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ഈശോ തന്റെ അവസാന ഡിസ്കോഴ്സില് എല്ലാം പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുവിൻ, ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. മനുഷ്യപുത്രൻ ഏത് സമയത്തും നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നവരായിട്ട് കാണാനിടയാകരുത്. ജാഗ്രതയുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം. മാലാഖമാരുടെ സവിശേഷത അവരെപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിജിലന്റ് ആണ്. ഈറയന്മാരെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നാണ്.
എപ്പോഴും ഉണർന്നിരിക്കുന്നവരാണ് മാലാഖമാര്, എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നവരാണ് മാലാഖമാര്. അപ്പൊ ഈ മാലാഖമാരുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് മാമോദീസ എന്നാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഇതിന്റെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രബോധനം ഇതിനകത്ത് പല നടപടികളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മാമോദീസായെ കുറിച്ചുള്ള വളരെ ശക്തമായ ചില ആത്മീയ ചിന്തകള് ഇതുപോലെ മറ്റൊരു ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആണ് കുർബാന അർപ്പണത്തെ കുറിച്ചുള്ള ചില സൂചനകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഈ മാമോദിസയ്ക്ക് ശേഷം ഈ മാമോദിസ പൂർത്തിയാകുന്നത് എപ്പോഴും കുർബാന ഉള്ള പങ്കുചേരലോട് കൂടിയാണ്, അപ്പം മുറിക്കൽ ശുശ്രൂഷയിലുള്ള പങ്കുചേരലോട് കൂടെയാണ്. ഇവിടെ നമ്മള് കുർബാനയെ കുറിച്ച് ഒരിടത്ത് ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്: അവൻ കൃതജ്ഞതാ സ്തോത്രത്തിന്റെ അപ്പം അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ അപ്പം നുറുക്കി അവർ മിശിഹായുടെ മേശയിൽ പങ്കുചേർന്നു, അതവർ എല്ലാവർക്കുമായിട്ട് കൊടുത്തു. അതാണ് കുർബാനയെ കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവൻ കൃതജ്ഞതാ സ്തോത്രത്തിന്റെ അപ്പം എടുത്ത് നുറുക്കി അവർ മിശിഹായുടെ മേശയിൽ പങ്കുചേർന്നു, അതെല്ലാവർക്കുമായിട്ട് കൊടുത്തു. മിഗ്ദോണിയ തൻ്റെ നേഴ്സിനോട്, തൻ്റെ ദാസിയോട് അപ്പവും കലർത്തിയ വീഞ്ഞും എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. കലർത്തിയ വീഞ്ഞ്, മിക്സ്ഡ് വൈൻ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മിക്സ്ഡ് വൈൻ എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് കലർത്തിയ വീഞ്ഞിനെ കുറിച്ചാണ്. അത് കുർബാന അർപ്പണത്തിനകത്ത് ഇവിടെ ഉപയോഗിക്കുന്നത് കലർത്തപ്പെട്ട വീഞ്ഞാണ്, വെള്ളവുമായിട്ട് കലർത്തപ്പെട്ട വീഞ്ഞ്. അതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നേഴ്സ് ഒരു കുടം വീഞ്ഞ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രാജ്ഞി പറയുകയാണ് അത് വേണ്ട, ഒരു പാത്രത്തിൽ കലർത്തപ്പെട്ട വീഞ്ഞ് കൊണ്ടുവരാൻ പറയുകയാണ്. വെള്ളവുമായിട്ട് കലർത്തിയ വീഞ്ഞ് അല്പം ഒരു പാത്രത്തിൽ കൊണ്ടുവരാനായിട്ട് പറയുകയാണ്, അല്ലെ ഒരു മിക്സർ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ വെള്ളവുമായിട്ട് കലർത്തപ്പെട്ട ഒരു വീഞ്ഞിനെ കുറിച്ചാണ് അവരെ പ്രതിപാദിക്കുന്നത്. 49 മുതൽ 50 വരെ ഖണ്ഡിക, 121, 133, 158 ഈ ഖണ്ഡികകളിലെല്ലാം അപ്പസ്തോലന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതൊന്നുകിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പ് അല്ലെ ദിവ്യകാരുണ്യത്തിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളിലെല്ലാം ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള മനോഹരമായ പ്രബോധനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 158 ഖണ്ഡിക എന്ന് നോക്കാം. 158 ഖണ്ഡിക, അത് 13ാമത്തെ നടപടി, രക്തസാക്ഷിത്വത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഖണ്ഡികയാണ്. അവിടെ മാമോദീസ മുക്കപ്പെട്ട ശേഷം അവർ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം അപ്പവും കലർത്തിയ കാസായും കൊണ്ടുവന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞു. കലർത്തിയ കാസായം എന്നാ പറഞ്ഞിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ ഭക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ജീവദായകമായ നിന്റെ രക്തം ഞങ്ങൾ പാനം ചെയ്യുന്നു. നിന്റെ ശരീരം ഞങ്ങൾക്ക് ജീവനും നിന്റെ രക്തം ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി നീ കുടിച്ച കയ്പ് നീരിന് പകരം ഞങ്ങളുടെ ശത്രുക്കളുടെ കയ്പ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടട്ടെ. ഞങ്ങളെ പ്രതി നീ കുടിച്ച വിനാഗിരിക്ക് പകരം ഞങ്ങളുടെ ബലഹീനത ബലവത്താക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി നീ സ്വീകരിച്ച ഉമിനീരിന് പകരം ഞങ്ങൾ നിന്റെ പൂർണ്ണ ജീവൻ പ്രാപിക്കട്ടെ. നീ മുൾക്കിരീടം സ്വീകരിച്ചതിനാൽ വാടാത്ത കിരീടം നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കട്ടെ. നീ ഞങ്ങളെ പ്രതി വക്കുശീലകളാൽ ചുറ്റപ്പെട്ടതിനാൽ അജയ്യമായ നിന്റെ സ്വർഗ ശക്തിയാൽ ഞങ്ങൾ വലയം ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ മർച്ചതയെ പ്രതി നീ പുതിയൊരു കല്ലറയിൽ സംസരിക്കപ്പെട്ടതിനാൽ ഞങ്ങളും സ്വർഗത്തിൽ നിന്നോടത്തുള്ള സംസർഗം ഉള്ളവരാകട്ടെ. നീ ഉത്ഥാനം ചെയ്തതുപോലെ ഞങ്ങളും ഉയർപ്പിക്കപ്പെട്ട് സത്യവിധിയിൽ നിന്റെ മുമ്പാകെ നിൽക്കാനിടയാകട്ടെ. അതിനുശേഷം അവൻ അപ്പം മുറിച്ച് വിസാനും തേർസ്യായിക്കും മനാസറിനും സിബൂറിനും മിഗ്ദോണിയായിക്കും
സിബൂറിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കുർബാന നിങ്ങൾക്ക് ജീവനും വിശ്രമത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും നിങ്ങളുടെ ആത്മാക്കളുടെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനുമായി ഭവിക്കട്ടെ. അവരെല്ലാവരും ആമേൻ എന്ന് പ്രതിവചിച്ചപ്പോൾ അതേ ആമേൻ എന്നൊരു ശബ്ദം അവർ കേട്ടു. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ സാഷ്ടാംഗം വീണു. വീണ്ടും ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതാണ് 158 പാരഗ്രാഫിൽ നമ്മൾ കാണുന്ന പ്രാർത്ഥന. അപ്പൊ പലതവണ ദിവികാരുണ്യത്തെ അനുഗ്രഹമെന്നും നന്ദി പ്രകടനമെന്നും ഒക്കെ ഇതിനകത്ത് വിളിക്കുന്നുണ്ട്. ഈ കുർബാനയിൽ ഇങ്ങനെ സ്ഥാപന വിവരണമൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും ഈ അപ്പവും കാസായുടെയും ഒരു വാഴ്ത്തല് നമ്മൾ കാണുന്നുണ്ട്. അപ്പവും കാസായുടെയും ഒരു വാഴ്ത്തല്, അതാണ് ഈ കുർബാന ക്രമത്തിന്റെ ഒരു ചടങ്ങായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഒരാൾ പൂർണ്ണമായും പുതിയ മനുഷ്യനായി തീരുന്നു, ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിപ്പെടുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിന്റെ ഫലങ്ങളാണ് രക്ഷ, സന്തോഷം, ദയ, അനുകമ്പ എന്നിവ. മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിലൂടെ ഒരുവൻ അവന്റെ രാജ്യത്തിന് അവകാശിയാകുന്നു. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ച് അവൻ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ഉടനുണ്ടാകുന്ന രണ്ടാം വരവ് പ്രതീക്ഷിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഈ കുർബാന സ്വീകരിച്ചവന് ബാധ്യതയുണ്ട് എന്നാണ് ഈ ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നത്. പിന്നെയും ഇതിനകത്തെ പല ദൈവശാസ്ത്ര പ്രമേയങ്ങളും ഉണ്ട്. ഞാനതെല്ലാം ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ജ്ഞാനവാദക്കാരുടെ അല്ലെങ്കിൽ ഒരു മനിക്കേയൻ ചിന്താഗതിയുടെ ഒക്കെ സ്വാധീനം ഇതിലുണ്ട് എന്നുള്ള വാദഗതിയുണ്ട്. തീർച്ചയായിട്ടും അവർ ഇതിനകത്ത് ചില ഇന്റർപൊളേഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് അവരുടെ സൃഷ്ടിയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ കൃതി വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പദാർത്ഥം ആത്മാവ് എന്ന തരത്തിലുള്ള ഒരു ദ്വൈതവാദം, അതാണ് ഈ ജ്ഞാനവാദത്തിന്റെ ഒരു അന്തസത്യം എന്ന് പറയുന്നത്. പദാർത്ഥവും ആത്മാവും തമ്മിലുള്ള ഒരു സംഘട്ടനം. ഉദാഹരണത്തിന് ആക്ട് ഓഫ് ആൻഡ്രൂ എന്ന് പറയുന്ന നടപടിയിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ദ്വൈതവാദത്തിന്റെ പ്രതിധ്വനികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ജ്ഞാനവാദത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ദ്വൈതവാദത്തിന്റെ ചിന്തകൾ. ദ്വൈതവാദം കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് മനിക്കേയിസൻകാരാണ്. അപ്പൊ ഈ ജ്ഞാനമാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യനെ വിമോചിപ്പിക്കുന്ന കാര്യമെന്നാണ് ജ്ഞാനവാദികൾ പറയുന്നത്. ഈ യോഹന്നാന്റെ നടപടികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഈ ജ്ഞാനവാദത്തിന്റെ തരത്തിലുള്ള ചില ധ്വനികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളല്ല ആക്ട് ഓഫ് യൂദാ തോമസിൽ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു യുഗാന്ത്യോന്മുഖ കാഴ്ചപ്പാടിന് പ്രാധാന്യം കൊടുക്കുന്ന വിവരണ രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഇമ്മനന്റ് പരുസ്യ. കർത്താവ് വേഗം ഇങ്ങ് വരും, അതുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നുള്ള മട്ടിലുള്ള ഒരു വിവരണമാണ് ഈ തോമായുടെ നടപടികളിൽ നമ്മൾ കാണുന്നത്. അല്ലാതെ ജ്ഞാനവാദക്കാരുടെ ഒരു ദ്വൈത അവരുടെ ചിന്താഗതികളോ ദ്വൈതവാദക്കാരുടെ ചിന്താഗതികളോ അല്ല ഇതിനകത്ത് മുഴച്ചു നിൽക്കുന്ന ഒരു പ്രമേയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിച്ചാർഡ് ബാങ്ക്ഹാം എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഈ നടപടിയുടെ പുസ്തകം വിശദമായിട്ട് പഠിച്ചിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ലൈംഗികത എന്നത് ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് എന്നതിനേക്കാൾ
പാപത്തിന്റെ ഫലമായ അല്ലെ വീഴ്ചയുടെ ഫലമായി മനുഷ്യവംശത്തിന്റെ ഭാഗമായി മാറിയ മരണം, രോഗങ്ങൾ, മാംസത്തിന്റെ മറ്റ് തിന്മകൾ എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ലൈംഗികത എന്നത് ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് എന്നതിനേക്കാൾ വീഴ്ചയുടെ ഫലമായിട്ട് പാപം ചെയ്ത മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വന്നുകൂടിയതാണ് മരണം, അതുപോലെ രോഗങ്ങള്, മാംസത്തിന്റെ മറ്റ് തിന്മകള്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ലൈംഗികത ഇതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. ഈ മരണം വന്നതുകൊണ്ടാണ് മനുഷ്യന് പ്രത്യുൽപാദനം ആവശ്യമായിട്ട് വന്നത്. അല്ലെങ്കിൽ അവന് പ്രത്യുൽപാദനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ഈ പാപത്തിന്റെ ഫലമായിട്ടുണ്ടായി മരണം, അതുപോലെ തന്നെ മറ്റ് തിന്മകള്, രോഗങ്ങള്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ലൈംഗികത ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ പണ്ഡിതൻ പറയുന്നത്. ലൈംഗിക സംയമനം എന്നത് പറുദീസായിലെ ആദത്തിന്റെയും ഹവ്വായുടെയും അവസ്ഥയിലേക്കുള്ള തിരിച്ചുവരവാണ്. അത് അമർത്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന തിന്മയുടെ ശക്തികളെ കീഴടക്കാനും വിജയിക്കാനും ആത്മസംയമനത്തിനേ കഴിയൂ. അതാണ് ഈ ഗ്രന്ഥം ഊന്നി പറയുന്ന കാര്യം. ഇവിടുത്തെ ദ്വന്ദ്വാത്മകത പദാർത്ഥവും ആത്മാവും തമ്മിലല്ല, മറിച്ച് ക്ഷണികതയും നിത്യതയും തമ്മിലാണ്. അപ്പൊ ഈ ലോകത്തിൻ്റെതെല്ലാം വളരെ ക്ഷണികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത് നിത്യജീവനിലേക്കാണ്, നിത്യജീവിതത്തിലേക്ക് നോക്കി പാർത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. നിത്യജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക, കർശനമായിട്ടുള്ള ജീവിതചര്യകൾ പാലിക്കുക എന്നാണ് ഈ ഗ്രന്ഥം ഊന്നി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ പദാർത്ഥവും ആത്മാവും തമ്മിലുള്ള ദ്വന്ദ്വാത്മകതയെക്കുറിച്ചോ യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ചോ അതൊന്നും അല്ല ഈ ഗ്രന്ഥം പറയുന്നത്. ആദിമ ക്രിസ്ത്യാനികളുടെ ആ സ്പിരിച്വാലിറ്റിയും അസറ്റിക്കൽ പ്രാക്ടീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള പ്രമേയമാണ് ഈ പുസ്തകത്തില് ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വേണം ഈ പുസ്തകത്തെ നമ്മൾ നോക്കിക്കാണാനും വിലയിരുത്താനും. ഈ പുസ്തകത്തിന് ചരിത്രപരമായിട്ടുള്ള ചില പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ പറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ചില പേരുകളും ഒക്കെ ചരിത്രത്തിൽ നിലവിലുണ്ടായിരുന്നതായിട്ട് പല പുരാവസ്തു ഗവേഷണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും ഇതിലെ പേരുകളെ കുറിച്ചും ഇതിലെ സ്ഥലനാമങ്ങളെ കുറിച്ചും ഒക്കെ വിശദമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു നോവൽ പോലെ, ഒരു ഫിക്ഷൻ ആയിട്ട് നമ്മൾ വായിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഇതൊരു തിയോളജിക്കൽ ഹിസ്റ്ററി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തനി ഹിസ്റ്ററി ആണെന്ന് ചോദിച്ചാൽ അല്ല. ഇതിനകത്ത് ഒത്തിരി ഭാവനകൾ കലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു തിയോളജിക്കൽ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. അതുപോലെ ധാരാളമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ധാരാളം ഇൻസൈറ്റുകൾ ഈ കൃതി നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീയതയുമായിട്ട്, അവരുടെ ലിറ്റർജിക്കൽ ആഘോഷങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൃതി കൂടിയാണിത്. ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെ വിപുലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൃതിയായിരുന്നു. പിന്നീട് ഇതിന്റെ മേൽ ഈ ജ്ഞാനവാദവും മനിക്കേനിസവും ഒക്കെ ആരോപിക്കപ്പെട്ടത് കൊണ്ട് ഇത് സാധാരണ പഠനങ്ങളിൽ നിന്നും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും മാർത്തോമ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥം ഏറ്റവും വിലപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മലയാളം കിട്ടുന്നവരെല്ലാം വായിക്കാനും വായിച്ച് അതിനകത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ ആത്മീയതയെ ഉണർത്താനും അത് തീർച്ചയായിട്ടും ഇടയാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. തോമായുടെ നടപടി പറഞ്ഞതില് മെഗളിക്കൂത്ത് മെത്രാൻഡി അത് ബാക്കിയൊന്ന് പറഞ്ഞു തരാമോ അച്ഛാ? എന്താ കേട്ടില്ല?
തോമായുടെ മെഡലിക്കോട്ട് മെത്രാന്റെ ആ തോമായുടെ ആ നടപടികളെ പറ്റി ഓക്കെ ഓക്കെ പറയുന്നത്. ഓക്കെ ഓക്കെ തോമായുടെ നടപടികളും മെഡലിക്കോട്ട് മെത്രാന്റെ വ്യാഖ്യാനവും. ഈ മെഡലിക്കോട്ട് എന്ന് പറയുന്ന മെത്രാൻ തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു മെത്രാനാണ്. അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് എന്ന് പറയുന്ന ഒരു മെത്രാൻ. അദ്ദേഹം തൃശ്ശൂര് ഉണ്ടായിരുന്ന ഒരു മെത്രാനാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് തോമായുടെ നടപടികളും മെഡലിക്കോട്ട് മെത്രാന്റെ വ്യാഖ്യാനവും. അപ്പൊ ഇതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. ഒപ്പം ഈ ഇതിന്റെ ഒരു മലയാള വിവർത്തനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, മലയാള വിവർത്തനവും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു പഠനവും ഉണ്ട്. ഒപ്പം ആ മലയാളം കൂടി നമുക്ക് കിട്ടും. ഇത് എഴുതിയതാരാച്ചത്? ഇത് വിവർത്തനം ചെയ്തിരിക്കുന്ന ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, എഡിറ്റർ ഫാദർ ഡോക്ടർ പോൾ പുളിക്കൻ. അവൈലബിൾ ആണോ പുസ്തകം? അവൈലബിൾ ആ. ഞാനിത് ഈ വടവാതൂരിൽ നിന്നാ വാങ്ങിച്ചത്. വടവാതൂരിൽ നിന്നാണ് ഇത് എനിക്ക് കിട്ടിയത്. 2024 ഇത് ഇറങ്ങിയത്, അധികം ആയില്ല. വടവാതൂര് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വടവാതൂര് നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇത്. ഇതിന്റെ ഒറിജിനൽ ഇംഗ്ലീഷിന്റെ പേരെന്നാ? ഇംഗ്ലീഷ് ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ സുറിയാനിയിൽ ഇതിന്റെ രണ്ട് നമുക്ക് ഒന്ന് വില്യം റൈറ്റ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഇത് ആണ് ഒരു സുറിയാനിയുടെ ഒരു പാഠഭേദം ഇപ്പൊ നമുക്കായിട്ട് തന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനവും അദ്ദേഹം തന്നിട്ടുണ്ട്. വില്യം റൈറ്റ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്, ഡോക്ടർ വില്യം റൈറ്റ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷില് എനിക്ക് തോന്നുന്നത് മറ്റു പല വിവർത്തനം കാണുമായിരിക്കും. ഇത് നമുക്ക് പ്രസിദ്ധീകരിച്ച് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ്. വില്യം റൈറ്റ് എന്ന് പറയുന്ന പണ്ഡിതൻ അതിന്റെ സുറിയാനി ഒരു മൂലപാടും അതിന്റെ വിവർത്തനവും ഇറക്കിയിട്ടുണ്ട്. അതുപോലെ സുറിയാനിയിൽ പോൾ ബെഡ്ജാൻ എന്ന് പറയുന്ന ആള് സുറിയാനിയുടെ മറ്റൊരു മൂലപാഠം സുറിയാനിയില് ഇറക്കിയിട്ടുണ്ട്. പോൾ ബെഡ്ജാൻ. ഇത് അപ്രോക്രിഫിക്കൽ പുസ്തകം ആയതുകൊണ്ടാണോ ഇതിന് വേണ്ടത്ര ഒരു ഗൗരവമായ ഒരു സ്റ്റഡി ഇതിനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാറിനെ സംബന്ധിച്ചിടത്തോളം തോമസ് ലീഗയുടെ ഇതൊക്കെ നടപടി വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യത്തോടുകൂടിയുള്ള സ്റ്റഡിയോ ഒരു നടത്താൻ ഇതിന് വല്ല വിലക്കും ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ലതും കൊണ്ടാണോ ഇത് പോപ്പുലർ ആകാത്തത്? ഈ അപ്പോക്രിഫൽ ഒന്നാമത്തെ കാര്യം, ഇത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോക്രിഫൽ ആദിമ നൂറ്റാണ്ടിൽ ഈ കാനൻ, ബൈബിളിന്റെ കാനൻ ഒക്കെ ഒരു സ്ഥിരത ഉണ്ടാകുന്നത് കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കാനനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ നിക്കിയ സൂനകദോസിന്റെ ഒക്കെ സമയത്തൊക്കെയാണ് കാനനെ കുറിച്ചുള്ള ഒരു ചിന്തകളൊക്കെ വരുന്നത്. ആദ്യ നൂറ്റാണ്ടില് ഇതെല്ലാം ഒരേപോലെ പരിഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഈ അപ്പസ്തോലന്മാരുടെ ഈ അപ്പസ്തോലിക പിതാക്കന്മാരുടെ കൃതികളും അതുപോലെ തന്നെ സുവിശേഷങ്ങളും എല്ലാം ഒരേ പ്രാധാന്യത്തോടുകൂടെ ലിറ്ററേച്ചറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ലിറ്ററേച്ചറിയിൽ വായനയ്ക്കൊക്കെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ബൈബിളിന്റെ കാനൻ അത് കൃത്യമായിട്ട് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിലതെല്ലാം അതിൽ നിന്ന് മാറ്റപ്പെട്ടു, കൃത്യമായിട്ട് കാനൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇനി ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയി. ശരിക്കും ഇങ്ങനെയുള്ള ഇതെല്ലാം അതിനകത്ത് പിന്നീട് ഇതിന്റെ പ്രശ്നം വന്നത്, ഇതിനകത്ത് ഈ പാഷണ്ഡതകൾ, ജ്ഞാനവാദം, ഈ മനിക്കേനിസം മുതലായവ കടന്നുകൂടിയെന്നുള്ള ഒരു ചിന്ത ഈ ആഗസ്റ്റിനോസ് പോലും പറയുന്നുണ്ട്. ഇത് ജ്ഞാനവാദക്കാരുടെ കയ്യിൽ അകപ്പെട്ട് അത് ഇന്റർപൊളേറ്റ് ചെയ്തതാണെന്ന് ആഗസ്റ്റിനോസ് ഒക്കെ പറയുന്നുണ്ട് ഈ തോമായുടെ നടപടികളെ കുറിച്ച്. അതുകൊണ്ടാണ് പിന്നെ അതൊരു ആത്മീയ വായനയ്ക്ക് പോലും അത് പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ മൺമറഞ്ഞു പോകാനായിട്ട് ഇടയായത്. പിന്നീട് നമ്മളിപ്പോഴാണല്ലോ ശരിക്കും നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹിമയെ കുറിച്ചും ഒക്കെ കൂടുതൽ ബോധവാന്മാരായി വരുന്നത് ഒരുപക്ഷെ 2ാം വത്തിക്കാൻ കൗൺസിലിനൊക്കെ ശേഷമാണ്. അപ്പോൾ ഈ യൂറോപ്യൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അവരിതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഇതിന്റെ മൂലപാഠങ്ങളും എല്ലാം അവർ പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനങ്ങൾ ഉണ്ടാകാതിരുന്നത് അതുകൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് പിന്നെയാണ് നമ്മൾ ഇതൊക്കെ
കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. നമ്മുടെ യഥാർത്ഥ പാരമ്പര്യത്തെ കുറിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണിത്. ഒരു കാര്യം ബൈബിൾ ആധികാരികമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ആധികാരിക ഗ്രന്ഥമായിട്ട് ഇപ്പൊ സ്വീകരിക്കാൻ മേലെ നമുക്ക് ബൈബിളിലെ 23 പുസ്തകങ്ങൾ പെട്ടതല്ലെങ്കിലും പഠനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ആധികാരികമായിട്ട് എടുക്കാൻ മേലെ സ്വീകരിക്കാൻ മേലെ നമുക്കിത് തീർച്ചയായിട്ടും എടുക്കാം. നമുക്കിത് ആധികാരികമായിട്ട് എടുക്കാം. ഇതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടെ വേണം ഇതിനെ നമ്മൾ നോക്കുകയാണ്. പക്ഷെ ആത്മീയ വർധനയ്ക്ക്, ഒരു ആത്മീയ വായനയ്ക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇതിനകത്ത് യാതൊരു അങ്ങനെയുള്ള തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉപയോഗിക്കാവുന്ന, നമ്മുടെ ഒരു സ്പിരിച്വൽ റീഡിങ്ങിനൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥമാണിത്. അതിന്റെ ഒരു രചനാ കാലഘട്ടം അച്ഛൻ പറഞ്ഞില്ലേ ജെ.എൻ. ഫർക്കർ AD 180, അത് കഴിഞ്ഞ 180 180-നും 230-നും ഇടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നോട്ട് ഒരു പക്ഷേ അച്ഛൻ നിങ്ങൾക്ക് തരുമായിരിക്കും കേട്ടോ. ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. നോട്ട് വന്നിട്ടുണ്ട്. അച്ഛാ തോമസ് ലീഹ നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോ കേരളത്തിൽ വന്നു. കേരളത്തിൽ പള്ളികൾ സ്ഥാപിച്ചു. ഇപ്പോഴാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിലുടനീളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വിശ്വാസം താഴ്ച വളർന്ന അത്രയും ബാക്കി ഒരു സമൂഹങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിട്ടും അതിന്റെ ഒരു റെഫറൻസ് ഒന്നും ഈ ഒരു നമ്മൾ ഈ 13 നടപടികൾ കൂടെ കടന്നുപോയപ്പോഴും ഒന്നിലും കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഈ സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചതിനെ കുറിച്ചല്ലേ? യെസ്. ഇത് എഴുതപ്പെടുന്നത് ഈ പറഞ്ഞല്ലേ, തോമാസ് ലീഗ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നതും ഇത് എഴുതപ്പെട്ട കാലഘട്ടവും തമ്മിൽ വളരെ വളരെ ഒരു ഗ്യാപ്പുണ്ട്. പിന്നെ ഇത് എഴുതപ്പെട്ടത് എദേസായിൽ വെച്ചാണ്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള പാരമ്പര്യങ്ങൾ എത്രമാത്രം അവിടേക്ക് ചെന്നിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഏഴരപ്പള്ളികളുടെ ചരിത്രമെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നെങ്കിൽ അതിന്റെ സൂചനകളൊന്നും ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല. ഇവിടെ ഈ രാജ കൊട്ടാരത്തിൽ വന്ന ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺവേർഷൻ നടത്തിയ ആയിട്ട് മാത്രമേ ഇവിടെ നമ്മൾ കാണൂ. ഒരു പള്ളികൾ സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പരാമർശം കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇവിടെ അവിടെ ആ യദേസായിൽ വെച്ച് എഴുതപ്പെട്ടപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടില്ലായിരിക്കാം ഒരു പക്ഷെ. അല്ലെങ്കിൽ ഈ നടപടികൾക്കൊക്കെ ഒരു പൊതുരൂപമുണ്ട്. ആ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സ്ലീഹന്മാരുടെ നടപടികൾക്കെല്ലാം ഒരു പൊതുരൂപമുണ്ട്. ഈ ചില പണ്ഡിതന്മാർ പറയുന്നത് തെക്ലായുടെ നടപടി എന്ന് പറയുന്ന ഒരു നടപടിയുണ്ട്. അതിന്റെ ചൂട് പിടിച്ചാണ് ഇത് എഴുതപ്പെട്ടതെന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ആദ്യകാലത്ത് എഴുതപ്പെട്ട ചില നടപടികളുണ്ട്. ആ നടപടികളുടെ ചൂട് പിടിച്ച് അതിന്റെ രൂപത്തില്, പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈശോയുമായിട്ട് ഒരു താതാത്മ്യപ്പെടുത്താനുള്ള ഒരു ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അല്ലാതെ തോമാസ് ലീഗായുടെ ഒരു ചരിത്രപരമായ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരണമല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. മറിച്ച് തോമാസ് ലീഗ ഈശോയുമായിട്ട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് തോമാസ് ലീഗായുടെ പഠനങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് ഇന്ത്യയിലെ 2 രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു എന്നുള്ള ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ചരിത്ര പരാമർശങ്ങൾക്ക് അധികം ഈ എഴുത്തുകാരൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റു ചില തിയോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ പഠിക്കാൻ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ആദ്യം തൊട്ട് അച്ഛന്റെ ആ ഷീറ്റ് ഞാൻ വായിക്കുകയായിരുന്നു. അപ്പൊ അവസാനത്തിൽ ഉപസംഹാരം വരെ പറയുന്നിടത്ത് ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇത് നമ്മുടെ ഭാര്യ ഭർത്താവ്, ഇപ്പം പല രാജാക്കന്മാരുടെയും ഭാര്യകളോ അവരോട് പോലും ശുദ്ധതയ്ക്ക് വേണ്ടി ലൈംഗികതയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. അവരത് മാറി നിൽക്കും. നമ്മളിവിടെ പഠിക്കുന്നതും ഇപ്പം നമ്മുടെ ആധ്യാത്മികമായിട്ട് പഠിപ്പിക്കുന്നതും നമ്മുടെ ലൈംഗികത ഭാര്യ ഭർത്താവ് തമ്മിലുള്ളത് ഉണ്ടാകണമെന്നും അതുവഴി സന്തതി പരമ്പരകൾ ഉണ്ടാകണമെന്നും എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതേപോലെ ഇതിനകത്ത് ഒരു സ്ഥലത്ത് പറയുന്നു നമ്മൾ തിരിച്ച് ആദം ഹവ്വ ആ ഒരു ലെവലിലേക്ക് പോകണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർത്താവ് ആദത്തിനെ സൃഷ്ടിച്ചു, ഹവ്വായെ ഒരു പാർട്ണറായിട്ട് സൃഷ്ടിക്കുന്നു. അതിൽ തന്നെ 2 പേർക്കും 2 ശാരീരിക അവസ്ഥകൾ കൊടുക്കുന്നു. ഒന്ന് ആണായിട്ടും പെണ്ണായിട്ടും സൃഷ്ടിക്കുന്നു. അപ്പം ദൈവം അന്ന് കണ്ടത് ഇവരാണും പെണ്ണുമായിട്ട് ജീവിച്ച് സന്തതി പരമ്പര ഉണ്ടാകണമെന്നും വംശങ്ങൾ ഉണ്ടാകണമെന്നുമാണ്. അതുപോലെ തന്നെ നോഹയുടെ കാലത്തോട്ട് വരികയാണെങ്കിൽ നോഹ
ഘട്ടമുണ്ടാക്കിയപ്പോഴും എല്ലാത്തിലും ആണ് പെണ്ണിനെയോ ഉതിരെ എടുക്കുന്നതാണ് കാര്യം. അപ്പൊ ഇതിനെല്ലാം ഘടകവിരുദ്ധമല്ലേ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതെന്നാണ് എന്റെ ഒരു സംശയം. അത് തീർച്ചയായും അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇത് ആദിമ നൂറ്റാണ്ടിലെ ഒരു ചിന്ത കർത്താവ് വേഗം ഇങ്ങ് വരും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അതുകൊണ്ടാണ് സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ ഒരു ചിന്താഗതിയെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതിനകത്ത് അതിന്റെ ഒരു ധ്വനി കൂടുതലായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് മനിക്കേഴ്സത്തിന്റെയും ജ്ഞാനവാദത്തിന്റെയും ഒക്കെ പിടിയിലാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിവാഹം, സന്താനോൽപാദനം ഇതിനെല്ലാം ഇത് നിഷേധിക്കുന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ നമ്മളത് ആ രീതിയിലല്ല ഇതിനെ നോക്കി കാണേണ്ടത്. അപ്പൊ അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒറിജിനെ കുറിച്ച് പറയുന്നത്. ഒറിജിൻ തന്റെ ലൈംഗികാവയവം പോലും മുറിച്ചു കളഞ്ഞ് ബ്രഹ്മചര്യം ഈശോ പറഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിച്ചു എന്നാണ്. തെർത്തുല്യനും ഒക്കെ കുറിച്ച് തീവ്രമായിട്ടുള്ള ആത്മീയതയിൽ ജീവിച്ച വ്യക്തികളാണ്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അത്തരത്തിലല്ല ഇതിനെ നോക്കി കാണേണ്ടത്. അത് ഇതിനകത്ത് ഊന്നി പറയുന്നുണ്ട്. അത് പച്ചയായിട്ട് നമ്മൾ അങ്ങനെയല്ല ഇതിനെ നോക്കി കാണേണ്ടതെന്ന് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. ഒരു സംശയം കൂടെ, അങ്ങനെ ക്രിസ്തു വരും ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ പോലും ക്രിസ്തു വരുന്ന ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധു പോലും വേണ്ടെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് അന്ന് അങ്ങനെ ആയിരുന്നു. ഇനി നമുക്ക് ഒരു സമയത്ത് ക്രിസ്തു വരുമെന്ന് നമുക്കൊരു ഇത് വന്നാൽ പോലും ക്രിസ്തു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണമെന്നുള്ളൊരു ഇത് വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വായിക്കുന്നവരെ നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആകുന്നു ഞാൻ ചോദിക്കും. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ ലൈംഗിക സംയമനമാണ് അതിനാണ് ഇതിന് ഊന്നൽ കൊടുക്കുന്നത്. സംയമനം പാലിക്കുക, അല്ലാതെ ലൈംഗികതയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതല്ല. സംയമനം അത് ചില കാലത്തേക്കായിരിക്കാം, ചില സമയത്തേക്കായിരിക്കാം. സംയമനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഊന്നി പറയുന്നത്. അപ്പൊ ഈ ലൈംഗികത അതിൽ തന്നെ തെറ്റാണെന്ന്, അതാണ് ഈ പദാർത്ഥത്തെ തിന്മയെന്ന് കാണുന്ന ഈ ജ്ഞാനവാദത്തിന്റെ പ്രത്യേകതയാണ്. പദാർത്ഥമായിട്ടുള്ളതെല്ലാം തിന്മ. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്ത ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞു, ഇത് ജ്ഞാനവാദക്കാരുടെ ഒരു കൈകടത്തിൽ ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ആദിമ നൂറ്റാണ്ടിലെ ആ സഭ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടോട് ജീവിച്ചിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിശദീകരണം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് മറ്റുള്ളവർ കൈ കടത്തിയിട്ടുമുണ്ട്. അത് തീർച്ചയാണ്. നമ്മളതിനെ ഇന്നത്തെ ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് ഈ സ്ഥലങ്ങളുടെ പേരുകളും രാജാക്കന്മാരുടെ പേരുകളും എല്ലാം റെഫർ ചെയ്യുന്നത് മുഴുവൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നെയിംസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുള്ള പേരുകളോ അല്ല കാണുന്നത്. അതുപോലെ തന്നെ തെക്കേന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പേരുകളുടെ ഓക്കെ. അത് ഇതിനകത്ത് ഈ മെഡലിക്കോട്ട് മെത്രാൻ വിശദമായിട്ട് പേരുകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. പക്ഷെ അതിനകത്ത് ഗുഡ്നാഫർ എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പൊ അത് കാണുന്നത് പെഷർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യയിലെ പാർത്തിയായിലെ രാജാവാണ് ഗുഡ്നാഫർ. പാർത്തിയായിലെ അത് അങ്ങോട്ടാണ് തോമസ് ലീഗ് ആദ്യം വന്നതെന്നാണ് ഈ മെഡലിക്കോട്ട് മെത്രാൻ പറയുന്നുണ്ട്. ഗുഡ്നാഫർ പാർത്തിയ എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നീടാണ് തെക്കേന്ത്യയിലേക്ക് വരുന്നത്. രണ്ടാമത്തെ യാത്രയാണ് തെക്കേന്ത്യയിലേക്കുള്ളത്. ആദ്യത്തെ പാർത്തിയായിലേക്കാണ്. ഗുണ്ടപുറസ് രാജാവിന്റെ നാണയങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ചരിത്രമൂല്യമുണ്ട് ഇതിന് ചരിത്രമൂല്യമുണ്ട്. ഗുണ്ടപുറസിന്റെ കാലത്തെ നാണയങ്ങള് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നീട്. ഇതിലിപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞാലും ഇപ്പൊ ഉള്ള ഇന്ത്യയെ പറ്റി അല്ല പറയുന്നത്. ഹെന്തോന്നാണ് പറയുന്നത്. ഹെന്തോന്നല്ലേ പറയുന്നത്? അതെ ഹെന്തോന്നാ പറയുന്നത്. AD 52 തോമസ് ലീഗ ഇന്ത്യയിൽ വന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പം അത് തമിഴ്നാട്ടിൽ വന്ന് അവിടെയാണ് രക്തസാക്ഷിത്വം മരിച്ചതല്ല. എന്നിട്ട് അതേപ്പറ്റി ഒന്നും ഈ നടപടികളിൽ എന്നാ പറയാത്തത്? അതൊന്നും പറയുന്നില്ല. അങ്ങനെ ചരിത്രം പറയുക എന്നുള്ളതല്ല ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു കൃത്യമായ ചരിത്രമല്ല പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയണം. വെറും ഹിസ്റ്ററി ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുകയില്ല. ഒരു തിയോളജിക്കൽ ഹിസ്റ്ററി. ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ 1940 അല്ല AD 40കളില് ഗുജറാത്തിന് ബറൂച്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ
അങ്ങനെ വന്നത് കഴിഞ്ഞിട്ട് മധുര വഴി ചൈനയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞൊരു ഈ ബെറൂച്ചാണ് ഈ സാന്തുറൂക്ക് എന്ന് പറയുന്ന, അതായത് തോമാശ്രീ ആദ്യം വന്ന സാന്തുറൂക്ക് ബെറൂച്ചാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് കഴിഞ്ഞ് ജെറൂസലേം സുനഹദോസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നെന്നുള്ള സൗത്തിൽ വന്നെന്ന് ഞാൻ അതെ അങ്ങനെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുള്ള ഒരു രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, രണ്ട് യാത്രകളെയും കൂടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ തോമസ് ലിയെ പറ്റി ശരിക്കും ഒറിജിനൽ ടീച്ചിങ്സും എല്ലാം പഠിക്കാനായിട്ട് ഗോസ്പൽ കഴിഞ്ഞാല് നമ്മുടെ CCC അല്ലാത്ത വേറെ ഏതാണ് റെക്കമെൻഡഡ് ഒരു ബുക്ക്? ഇപ്പൊ ഈ തോമയുടെ നടപടികൾ പറഞ്ഞതല്ല. നമ്മൾ ഈ തോമയെ കുറിച്ചുള്ള ഈ അപ്രമാണിക ഗ്രന്ഥങ്ങൾ പലതുണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഗോസ്പൽ ഓഫ് തോമസ് ഉണ്ട്, ബുക്ക് ഓഫ് തോമസ് ഉണ്ട്, ആക്ട് ഓഫ് തോമസ് ഉണ്ട്, ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് ഉണ്ട്. എല്ലാം ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണ്. ഇതിനകത്തൊക്കെ ഒത്തിരി ഭാവനകളും എല്ലാം കലർത്തി എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഇതിനൊക്കെ എത്രമാത്രം അതിന്റെ പ്രിസിഷനോട് കൂടി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് തോമാശ്ലീഹായെ കുറിച്ച് ആ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ നിന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇൻഫൻസി ഒക്കെ ഇംഗ്ലീഷിൽ അവൈലബിൾ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ട്. 116 അത്ര വളരെ കുറച്ചേ ഉള്ളൂ. അത് കറക്റ്റ് അങ്ങ് യേശു സംസാരിച്ച് അതേപോലെ എഴുതി വെച്ചിങ്ങനെ, കഥ പോലെ എഴുതിയിട്ടില്ല. ഇതെല്ലാം കഥ പോലെയാ, എല്ലാം കഥ പോലെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു വേറൊരു രീതിയിൽ. അതൊക്കെ ഒരു ഞാൻ MSc അച്ഛന്മാര് പഠിപ്പിച്ച തോമസിയൻ ലിറ്ററേച്ചർ പഠിച്ച അപ്പോഴാണ് അച്ഛൻ ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നല്ലോ തോമസിയൻ ലിറ്ററേച്ചർ. അച്ഛൻ പറഞ്ഞല്ലോ എഡേസലാണ് എഴുതിയത്, ബർദായിസാൻ ആയിരിക്കണം എഴുതിയതെന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെ വിചാരിക്കപ്പെടുന്നത്? ഈ ബർദയിസ്ഥാനെ കുറിച്ചും ബർദയിസ്ഥാൻ ഒരു ജ്ഞാനവാദി ആയിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ആണെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നത്. അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു ബർദയിസ്ഥാൻ. അദ്ദേഹത്തിന്റെ വേറെ പുള്ളി മാത്രമേ അവിടെ ഉള്ളൂ. എഡേസായിലാണ് എഴുതിയെന്ന് നമ്മൾ പറയുന്നത്. ഇത് സുറിയാനി, എഡേസായിലെ സുറിയാനിയാണ്. പിന്നെ ആ സമയത്ത് ബർദായിസാനോ അഫ്രഹാത്തോ ഉള്ളൂ. അതുകൊണ്ട് അവരായിരിക്കും. അങ്ങനെയാണോ നമ്മള്? അഫ്രഹാത്ത് അല്പം കൂടി കഴിഞ്ഞായിരിക്കും. ഇതിപ്പോ ഒരു 154 ബർദയിസാന്റെ ജനനം. അഫ്രഹാത്ത് അതിന് ശേഷമായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഇന്റേണൽ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ടെക്സ്റ്റിലോ. ഇന്റേണൽ എവിഡൻസ് ഒന്നുമില്ല, യാതൊരു എവിഡൻസും ഇല്ല കേട്ടോ. ഇന്റേണൽ എവിഡൻസ് ഒന്നുമില്ല. ഇതൊരു ഗസ് വർക്കാ, വെറും ഗസ് വർക്ക് മാത്രമേ ഉള്ളൂ. പലരും പല ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, പലര് രചിച്ചതായിട്ട് പറയുന്നുണ്ട്. അതെ. അല്ല, ഇവര് രണ്ടുപേരും ആണല്ലോ ആ കൂടി ഹെററ്റിക്കൽ ആയിട്ട് ആ സമയത്ത്. അഫ്രഹാത്ത് ഈ ബർദയിസാൻ ഒരു ഹെററ്റിക്കൽ ചായവുള്ളതായിട്ടാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനവാദം ഒക്കെ ആയിട്ട്. അഫ്രഹാത്തിന് അത്രയും ഇല്ല കേട്ടോ. അഫ്രഹാത്ത് തനി നമ്മുടെ സിറിയൻ ഡെമോൺസ്ട്രേഷൻ, അത് നല്ല കൃത്യമായിട്ടുള്ള യാതൊരു എല്ലാ ഭാഷണതകളും ഇല്ലാത്ത എഴുതുകൾ. അതെ ഡയറക്റ്റ് ആയിട്ട്. അതെ. പിന്നെ അച്ഛന് കുമ്രാൻ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ കുമ്രാൻ കമ്മ്യൂണിറ്റി എദേസായില് ക്രിസ്ത്യാനികളുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. ഈ കുമ്രാൻ കമ്മ്യൂണിറ്റിയും സിറിയൻ ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഈ കുമ്രാൻ സമൂഹം, ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പോലും കുമ്രാൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരുന്നു എന്നാ പറയുന്നത്. നമ്മുടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അദ്ദേഹത്തിന് ഒരു സ്ട്രിക്റ്റ് അസറ്റിക് ആയിട്ടുള്ള ഒരു ജീവിത ശൈലി നടത്തിയിരുന്ന ആളുകളാണ്. ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ സിറിയൻ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഈ നമ്മുടെ ലിറ്റർജിയിലും എല്ലാം വളരെ പ്രാധാന്യത്തോടെ നോക്കുകയാണെന്ന ഒരാളാണ്. ഈ കുമ്രാൻ സമൂഹവും ഈ എദേസയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാകുന്നത്. അതായത് ഈ അഫ്രഹാത്തിന്റെ ഡെമോൺസ്ട്രേഷൻ വായിക്കുമ്പോഴാണ് കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ അതേ ആശയങ്ങളാണ് അഫ്രഹാത്ത് ഈ ഡെമോൺസ്ട്രേഷൻ പറയുന്നത്. അഫ്രഹാത്തിന്റെ ഡെമോൺസ്ട്രേഷനിലാണ് ഈ ബർക്യാമ, ബസ്ക്യാമ ഇതെല്ലാം അവരുടെ ജീവിത ശൈലികള്, അവിടെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അസറ്റിക്കൽ ശൈലികളെല്ലാം നമ്മൾ കാണുന്നത് ഈ കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ആയിട്ട് വളരെ അടുത്തൊരു ബന്ധം കാണുന്നുണ്ട്. അഫ്രഹാത്തും ഈ കുമ്രാൻ കമ്മ്യൂണിറ്റി ആയിട്ട് അദ്ദേഹത്തിന്റെ രചനകളും കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ
ശൈലികളും ഒക്കെ ആയിട്ട് വളരെ അടുത്തൊരു ബന്ധം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതാ നമ്മൾ പറഞ്ഞത്, യഥേസയും ഇവർക്ക് വളരെ ഒരു സ്വാധീനം യഥേസൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സ്വാധീനം ഈ കൃതിയിലും പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്നാ ഞാൻ പറഞ്ഞു. ഓക്കെ. ആ. പിന്നെ ഒരു 2 ചോദ്യോടെ, അതായത് ഒന്ന്, തോമ ആശാരി അല്ലായിരുന്നു, മുക്കുവനായിരുന്നു. അത് തോമേനെ നമ്മൾ അത് കഫർനാം എങ്ങനെയാ അച്ഛൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞ? തോമ ആശാരിയായിരുന്നു, അല്ല ആശാരിയല്ലായിരുന്നു, മുക്കുവനായിരുന്നു. അതിന് നമ്മള് അല്ലെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ബൈബിളിലെ ഒരു സാധാരണ ഒരു ചിന്ത വെച്ച് നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാകുന്നത്. ഓക്കെ, അങ്ങനെ. അതായത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് മോസ്റ്റ്ലി കഫർനാം ആ അതെ റീജിയനിൽ അതെ. നിന്നായിരുന്നു. ഓക്കെ, അപ്പൊ അവരുടെ മീൻപിടുത്തക്കാരിൽ നിന്നാണ് കൂടുതൽ. അല്ലാതെ ഉള്ളത് നമ്മള് ലേവി, ചുങ്കക്കാരൻ, അങ്ങനെയുള്ളവരെ നമ്മള് കാണുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇത് വെച്ചാണ്. പക്ഷെ ഇവിടെ തോമസ് ലീഗ തന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു തച്ചനായിട്ടാണ്. ഓക്കെ. പിന്നെ ഈ തോമ ഇരട്ട അല്ലെങ്കിൽ ദിദിമോസ് ഇരട്ട, അത് വെച്ചുകൊണ്ടായിരിക്കണല്ലോ ഒരുപക്ഷെ ഇവര് ഇരട്ട എന്നുള്ള, ക്രിസ്തുവിന്റെ ഇരട്ട എന്നുള്ള രീതിയിൽ വരുന്നത്. പക്ഷെ അതല്ലെങ്കിൽ അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിരുന്നെങ്കിൽ അത് ഒരിക്കലും വിട്ടുപോകാൻ വഴിയില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കണം? തോമയ്ക്ക് വേറെ ഒരു ഇരട്ട ഉണ്ടായിരുന്നായിരിക്കണോ? ഒരു ചുമ്മാ ഒരു തമാശ ചോദ്യമാണ്. തോമയ്ക്ക് ഇരട്ടയുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. തോമയ്ക്ക് ഇരട്ട ഉണ്ടായിരുന്നു. പക്ഷെ തോമ ഈശോയുടെ ഇരട്ടയായിരുന്നു എന്നുള്ള രീതിയിൽ വേറെയും പല സൂചനകൾ കാണുന്നുണ്ട്. ഈശോയെ പോലെ ഇരുന്നോ, ഈ ആത്മീയമായിട്ടുള്ള ഇരട്ടയായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഏതാണെങ്കിലും യൂദാസ് എന്നായിരുന്നു 3 ശിഷ്യന്മാർ. യൂദാസ് എന്ന് പേരുള്ള 3 പേരുണ്ടായിരുന്നു. അവരെ 3 പേരെയും വേർതിരിച്ച് അറിയാൻ വേണ്ടി യൂദാസ് തോമസ്, യൂദാസ് കറിയോത്ത, അങ്ങനെ കൊടുത്തു. That's a good explanation. Thank you. ഇപ്പൊ ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ ഇപ്പോഴത്തെ സീറോ മലബാറിന്റെ കുരിശ്, ഇപ്പൊ ഇതിനകത്ത് ഈ മാനിക്കേസത്തിനെ പറ്റി പറഞ്ഞപ്പം മാനിക്കേയൻ കുരിശിന്റെ പുറകെ പോകുന്ന അൽദായവാദികൾ എന്നൊക്കെ പറഞ്ഞ് സിനഡിനെ അനുസരിക്കാത്ത കുറെ പേര് പറയുന്നുണ്ട്. അപ്പം അതിൽ എത്രത്തോളം കാര്യമുണ്ട്? ഈ മാനിക്കേസിന്റെ ഈ പ്രാവിന്റെ സിമ്പലൊക്കെ അവരുപയോഗിക്കുന്നതാണ്. ഈ പ്രാവിന്റെ സിമ്പലും അതുമെല്ലാം ശരിക്കും അവരുടെ സിമ്പൽ അത് ഈ മാനിക്കൈനിസോ ഇതെല്ലാം ഈ ഒരേ ഭാഗത്തു നിന്ന് ഉണ്ടായതാണല്ലോ. അപ്പം ഈ നമ്മുടെ മാർത്തോമ കുരിശ് മാനിക്കൈനിസ എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അതുമായിട്ട് യാതൊരു ബന്ധവും. ഇതിനെ മാനിക്കൈനാണെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ നമ്മൾ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചിലര് അങ്ങോട്ട് ആട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. ശരിക്കും മാനിക്കൈനിസം ഒന്നും അല്ല നമ്മുടെ കുരിശ്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എനിക്കൊന്ന് നമ്മുടെ മാണിപ്പറമ്പിൽ അച്ഛന്റെ ഒരു നല്ലൊരു പഠനമുണ്ട്. മാനിക്കൈന് ആണോ അല്ലയോ, വളരെ വിശദമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ചോദ്യം ചോദിച്ചോട്ടെ അച്ഛാ, നമ്മളെ സുറിയാനി സ്വർഗസ്നാപിതാവിനകത്തെ ഈറേ ഉല്ലാസം എന്ന് പറയുന്നത് ഈറയാ. അച്ഛൻ ഈറേ എന്ന് പറഞ്ഞപ്പം ജാഗ്രത. അപ്പൊ ആ പ്രാർത്ഥനയിലെ ഈറേ എന്ന് പറയുമ്പോ അവിടെ മാലാഖമാരെ മൊത്തത്തിൽ പറഞ്ഞ പേരാണോ ഈറേ? ഈ മാലാഖമാര് 9 ഗണം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതിൽ ഒരു ഗണമാ ശരിക്കും ഈറേ. പക്ഷെ ഇവിടെ സ്വർഗസ്നാപിതാവിൽ ഈറേ ഉനാശ എന്ന് പറഞ്ഞ മാലാഖമാരും മനുഷ്യരെന്നാ നമ്മള് ഇവിടെ അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു വിവർത്തനം കൊടുത്തിരിക്കുന്നത്. ഈറേ എന്ന് പറഞ്ഞാൽ ശരിക്കും വിജിൽ, ഈ ഉണർന്നിരിക്കുന്നവർ, അങ്ങനെ ഒരു ഗണമുണ്ട്. നവവൃന്ദ മാലാഖമാരിൽ ഒരു ഗണമാ ശരിക്കും ഈറയന്മാരെന്ന് പറയുന്നത്. പ്രാപ്പന്മാര് വേറൊരു ഗണം, പ്രോവേന്മാര് വേറൊരു ഗണം, ശക്തിമാന്മാര്, അങ്ങനെ 9 ഗണമുണ്ട്. അതിലൊരു ഗണമാണ് ശരിക്കും. പക്ഷെ മാലാഖമാരെ നമുക്ക് പൊതുവെ പറയാം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മലയാളം വാക്ക് ഏതായിരിക്കും ആ ഗണത്തിന്റെ പേര്? വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർന്നിരിക്കുന്നവർ എന്നല്ലേ. അപ്പൊ മലയാളത്തിൽ എന്നാവും അതിന്? മലയാളത്തിൽ എവിടെയോ ഈ 9 ഗണത്തിന്റെ പേര് കണ്ടിട്ടുണ്ട്. അതില് ജാഗ്രതന്മാർ എന്ന് വല്ലതും പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. Thank you, Father. Okay, thank you. Thank you. Thank you. എല്ലാവരും
ഇത്രയും നേരം കേട്ടോ ക്ഷമയോട് കേട്ടതിന് പ്രത്യേകമായിട്ട് നന്ദി. നന്നായിരുന്നു ജോൺ, നന്നായിരുന്നു. നല്ലായിരുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. ആ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി അച്ഛൻ്റെ വിലപ്പെട്ട സമയം അച്ഛൻ നീക്കിവെച്ചു. ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ദയറയുടെ പേരിൽ അച്ഛന് സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താങ്ക് യു.